குறையொன்றும் இல்லை மறைமூர்த்தி கண்ணா, குறையொன்றும் இல்லை கண்ணா. குறையொன்றும் இல்லை கோவிந்தா, குறையொன்றும் இல்லை மறைமூர்த்தி கண்ணா, குறையொன்றும் இல்லை கண்ணா. குறைவொன்றுം இல்லை ഗോവിന്ദ. അടുത്തൊരു സെഷൻ സത്യത്തിൽ ഇന്ന് മുഴുവൻ അത് തന്നെയാണ്. നമ്മൾ തുടക്കം മുതലേ ഇബ്രാഹിം ഖാനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പോണത്. പണ്ടിങ്ങനെ നിത്യ പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. നമ്മൾ മരിച്ചു പോകുമ്പോൾ പ്രതിസന്ധിയും സ്നേഹമൊക്കെ വരുമ്പോൾ ഓർക്കാനുള്ള ഒരാളെയെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചിട്ട് നമ്മൾ മരിച്ചു പോകണം. എങ്കിൽ നമ്മൾ ജീവിച്ച് മരിച്ചവരാണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ ഇപ്പം ഞാൻ ഓർക്കും, ജുനൈദ് ഹാപ്പി ബർത്ത്ഡേക്ക് ഇനി ഓർക്കുക ഇബ്രാഹിം ഖാനായിരിക്കും. കാരണം എന്തായാലും പുലർച്ചെ ഒരു ജന്മദിന ആശംസ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ജുനൈദിനെ എനിക്കറിയാവുന്നതുകൊണ്ട് ജുനൈദിനെ സംബന്ധിച്ച് അത് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഒരു സന്തോഷം വരുമ്പോഴും പ്രതിസന്ധി വരുമ്പോഴൊക്കെ അയാളുണ്ടായിരുന്നെങ്കിൽ എന്നോർക്കാവുന്ന രീതിയിൽ ഒരാളെയെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചിട്ട് വേണം നമ്മൾ മരിച്ചു പോകാൻ. എങ്കിൽ നമ്മൾ ജീവിച്ച് മരിച്ചവരാണ്. നമ്മളിവിടെ നിന്ന് വന്ന് ഇങ്ങനെ ഈ ഇബ്രാഹിംക്കാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം ഇബ്രാഹിംക്ക് വലിയ എഴുത്തുകാരനല്ല, ചിന്തകനല്ല, സാമൂഹ്യ പ്രവർത്തകനല്ല, ഒന്നുമല്ല. ഒറ്റ കാരണം കൊള്ളാവുന്ന ഒരു മനുഷ്യനാണെന്നുള്ളതാണ്. നമുക്കിങ്ങനെ കണ്ടുമുട്ടിയവർക്ക് ഓർക്കുമ്പോൾ ഒരു കുളിര് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം അദ്ദേഹമായിട്ട് അടുത്തിടപഴകിയിട്ടുള്ള 3-4 പേര് 10 മിനിറ്റിൽ കൂടാത്ത രീതിയിൽ, നമ്മൾ ഉച്ചഭക്ഷണത്തിന് എത്തുന്നതിന് മുമ്പ് കുറച്ച് പേര് സംസാരിക്കാനുണ്ട്, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇബ്രാഹിം ഖാനെ സ്മരിച്ച് സംസാരിക്കും. ഇബ്രാഹിം ഖാക്ക് അത്രയും അടുപ്പുണ്ടായിരുന്ന ഒരാളാണ് സംഗീത് ബാലചന്ദ്രൻ. ആദ്യം അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. പ്രത്യേകിച്ച് ബുദ്ധൻ്റെ ചിത്രങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട്, കുന്തക്കാലിലിരിക്കുന്ന ബുദ്ധൻ, പൂച്ചകൾക്കൊപ്പം ഇരിക്കുന്ന ബുദ്ധൻ, നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്ന ബുദ്ധനെയാണ്. നടക്കാൻ പോകുന്ന ബുദ്ധൻ, നൃത്തം ചെയ്യുന്ന ബുദ്ധൻ, ഓടക്കുഴൽ വായിക്കുന്ന ബുദ്ധൻ. അങ്ങനെ ബുദ്ധനെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ വരകളിലൂടെ എങ്ങനെ ബുദ്ധനെ ആവിഷ്കരിക്കാം, അങ്ങനെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരാളാണ് സംഗീത് ആദ്യം നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമുക്ക് ഇബ്രാഹിമിക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഘനീഭവിച്ചൊരു ദുഃഖമുണ്ട്. ശരിക്കും അതിനെ ചാനലൈസ് ചെയ്തിട്ട് നമുക്ക് ഒരു ചിരിയിലേക്ക്, ഒരു സന്തോഷത്തിലേക്കൊക്കെ മാറ്റേണ്ടുന്ന ഒരു സമയമാണ് നമുക്കിനി മുന്നോട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ജീവിതം ജീവിച്ച ആളായിരുന്നു ഇബ്രാഹിമിക്ക. ഈ കോവിഡ് കാലത്ത് അതിന് ശേഷമുണ്ടായിരുന്ന യോഗ ക്ലാസ്സിലായിരുന്നു ഇബ്രാഹിമിക്കെ പരിചയപ്പെട്ടത്. നമ്മളാരും വിശ്വസിക്കത്തില്ല, 30 വർഷം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും യോഗ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഇബ്രാഹിമിക്ക. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് യോഗ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാക്ടീസിൽ നിന്നൊക്കെ ആർജിച്ച ഒരു മിതത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ എപ്പോഴും പറയുന്നത്, യോഗയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞരാകുക എന്നുള്ളതാണ്. ഷൗക്ക പറഞ്ഞതുപോലെ, ഇതിന് മുന്നോട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞതുപോലെ, എന്ത് വന്നാലും, വിജയമോ പരാജയമോ പ്രശംസയോ ക്രിറ്റിസിസമോ എന്ത് വന്നാലും അതൊന്നും നമ്മളെ ആട്ടിയുലയ്ക്കാതെ മുന്നോട്ട് പോകാനുള്ള വൈകാരിക പക്വത, ആഴമുള്ള യൗവനമുള്ള ഒരാളായിരുന്നു ഇബ്രാഹിംക്ക.
വൈവിധ്യമാർന്നൊരു വാർദ്ധക്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മളാരും അത് കണ്ടില്ല. ഒക്കെ പറഞ്ഞതുപോലെ ഭാരമെടുക്കാനുള്ള 70 വയസ്സ് കഴിഞ്ഞപ്പോഴും ഭാരമെടുക്കാനുള്ള ആ യൗവനം, ആ സന്തോഷം, ശാന്തമായിട്ടുള്ള ആ കടന്നുപോക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒന്നാമത്തെ സ്ഥിതപ്രജ്ഞനായിരുന്നു ഇബ്രാഹിംക്ക. എനിക്ക് എപ്പോഴും ഓർക്കാനുള്ള കണക്ട് ആവുന്നത് പ്രിയൻദാസ് മാഷിനോടാണ്. ഇബ്രാഹിംക്കയുടെ ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് അറിവായിട്ടില്ല. പഠിക്കുന്ന കാലത്ത് വിപ്ലവകരമായിട്ടുള്ള പല പ്രവർത്തന പദ്ധതികളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അല്ലേ. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ തന്നെ കേരളത്തിലെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയ പല മൂവ്മെൻറ്റുകളിലും ഇതുപോലെ എങ്ങനെയാണോ സൈലൻ്റ് ആയിട്ട് നമ്മുടെ ഇടയിൽ ജീവിച്ചത് അതുപോലെ പ്രവർത്തിച്ചിരുന്നു അല്ലേ. ജോലി സമയത്ത്, വിദേശത്തേക്ക് ജോലിക്ക് പോരുന്ന സമയത്ത് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചോന്ന് അറിയില്ലെന്ന് നോക്കുക. അതിനുശേഷം ഉണ്ടായിരുന്ന സമയത്ത് 2007 ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു എംപ്ലോയി അദ്ദേഹത്തിൻ്റെ വാളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവിൽ, അതായത് ഈ ഉദ്യോഗസ്ഥൻ്റെ കഴിവിൽ വിശ്വസിച്ച് ജോലിയിലേക്ക് തിരിച്ചെടുക്കുകയും അത് ജീവിത അവസാനം വരെ അദ്ദേഹത്തിൻ്റെ പോസിറ്റിവിറ്റിയിലേക്ക്, ആ ജോലി കിട്ടിയ ആളുടെ ലൈഫിൻ്റെ പർപ്പസ്, ഈ മൗനത്തെ ഭയങ്കരമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന ആളായിരുന്നു ഇബ്രാഹിംക്ക. നമ്മൾ ഒരുപാട് ആഴത്തിൽ ഗവേഷണം ചെയ്യേണ്ടുന്ന ഒരു ചിന്താ പദ്ധതിയുടെ, ഐഡിയോളജിയുടെ പേരാണ് ഇബ്രാഹിംക്ക. അന്വേഷിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനല്ല. ജനിച്ച നാൾ മുതൽ മറഞ്ഞിട്ടില്ല, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇത്രയും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ നമ്മളെല്ലാവരും, നമ്മൾ എപ്പോഴും നമ്മൾ വാക്കുകളിലൂടെ നമ്മുടെ അറിവിനെ നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇബ്രാഹിംക്ക പ്രവൃത്തിയിലൂടെ ആയിരുന്നു. ഈ സമത്വം എന്ന് പറയുന്ന സാധനം, ഇക്വാലിറ്റി, ഐക്വിലിബ്രിയം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മളിലേക്ക് വരുന്ന സംഗതിയല്ല. നമുക്ക് വേദിയിലിരിക്കുമ്പോൾ നമുക്ക് സമത്വമുള്ളവരാകാം. വ്യക്തിപരമായിട്ട് ഏറ്റവും സ്വന്തമായിട്ടുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് സമചിത്തതയോടെ, സമത്വത്തോടെ നിൽക്കാൻ പറ്റുന്നത് ഉദാഹരണമാണ് ഇബ്രാഹിംക്ക. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പൂച്ചക്കുഞ്ഞിനായാലും ശരി, മോൾക്കായാലും ശരി, നമുക്കായാലും ശരി, ഒരേ പരിഗണന. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം കേടപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ ഒരു ജമ്പിങ് ബോർഡാണ്. നമുക്ക് ചാടി അപ്പുറത്തേക്ക്, കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ ആഴങ്ങളിലേക്ക് മുങ്ങാൻ കുഴിയിടാനുള്ള ഒരു ജമ്പിങ് ബോർഡാണ് ഇബ്രാഹിംക്ക എന്ന് മനസ്സിലെടുക്കുക. അദ്ദേഹം മുന്നിലേ ഒഴുകിയിട്ടുണ്ട്. കൃത്യമായിട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് അദ്ദേഹം ഇട്ട് വച്ചിട്ടുണ്ട്, വഴി വെട്ടി വച്ചിട്ടുണ്ട്. നമുക്ക് ആ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കാം. ഈ സമ തന്നെ എന്തുമാത്രം വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം ഇനി വളരേണ്ടുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലോ. ഈ സമയത്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇബ്രാഹിംക്കയെ സ്മരിക്കുന്നു. മൗനമായിട്ട് ഒത്തിരി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിംക്ക. ക്ലാസ് 6 മണി മുതൽ 6:40 വരെ ആയിരുന്നു. ഷൗക്ക പറഞ്ഞതുപോലെ കൃത്യമായിട്ട് 5 മിനിറ്റ് മുന്നേ ഞാൻ റെഡി. യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്ഥിരം, ചിരം, സുഖം എന്ന് പറയുന്ന 3 സ്റ്റേറ്റ് ഉണ്ട്, 3 സാധ്യതകളുണ്ട് ഓരോ വ്യക്തികൾക്കും. ആദ്യം മനസ്സിലാക്കുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുക, സ്ഥിരമാക്കുക, സുഖമാക്കുക. ഈ സുഖം വന്നു കഴിഞ്ഞുള്ള അവസ്ഥയാണ് ഈ ബുദ്ധത്വം എന്ന് പറയുന്നത്. എങ്ങനെ ഇരുന്നാലും നമ്മളായിട്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥ. ഇതെല്ലാം കഴിഞ്ഞ് 30 വർഷത്തോളം പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ച ഒരു അധ്യാപകൻ വളരെ സൈലൻ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് വരികയും എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും അതിനുശേഷം ഇല്ലേ 7 മണിക്ക് ശേഷം ഹോസ്പിറ്റലിൽ അല്ലേ പോവുകയും ലാബ് 7 മണിക്ക് തന്നെ ലാബ് തുറക്കാൻ പോവുകയും അവിടെ അദ്ദേഹത്തിന് വിശാലമായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, രോഗികളുണ്ട്, സാധാരണക്കാരുണ്ട്, അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ ഇതൊന്നും ഈ ഒരു തിരക്കെന്നുള്ളൊരു സംഗതി പോലും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. 2 വർഷത്തോളം കൃത്യമായിട്ട് ഒരുമിച്ചിരിക്കുകയും വ്യക്തമായിട്ട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു കക്ഷി രാഷ്ട്രീയമല്ല പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് ഓരോന്നിനെയും മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്ന ഒരു പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു, ആരെയും വേദനിപ്പിക്കാതെ.
ഈ നിമിഷം സന്തോഷത്തോടു കൂടിയിട്ട് ഇബ്രാഹിമിക്ക് കണ്ട നിമിഷങ്ങൾ മനസ്സിലേക്ക് വരികയാണ്. 3 തവണയാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് വീട്ടിൽ വെച്ച്, രണ്ടാമത് ഹോസ്പിറ്റലിൽ വെച്ച്, മൂന്നാമതും ഹോസ്പിറ്റലിൽ വെച്ച്. ഈ 3 തവണയും ആഴമുള്ള യൗവനം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാളായിട്ടാണ് ഇബ്രാഹിമിക്ക മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒത്തിരി സ്നേഹം, അദ്ദേഹത്തിൻ്റെ എനർജി ഇവിടെ ഉണ്ട്. എന്താണോ അദ്ദേഹം പറഞ്ഞു തരാൻ ശ്രമിച്ചത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഉള്ളിലുണ്ട്. കഴിയും വിധം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. പരമാവധി ബോധ്യത്തോട് കൂടിയിട്ട് അതിനുള്ള ശ്രമം തുടരുന്നതാണ്. വേണ്ടുവോളം ജ്ഞാനമുള്ള, വേണ്ടുവോളം ധ്യാനമുള്ള, വേണ്ടുവോളം വിനയമുള്ള ഒരാളായിരുന്നു ഇബ്രാഹിം ക. ഇതൊന്നും ഒരു സമയത്ത് പോലും അദ്ദേഹം അത് ഒരു എങ്ങനെ അത് പറയുക, ആവശ്യത്തിന് മാത്രം അദ്ദേഹം അത് കൃത്യമായിട്ട് അത് തന്നിരുന്നു. ഷൗക്ക വഴിയാണ് ഇബ്രാഹിമിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. ഇലയിൽ വരുന്നത് ഷൗക്ക വഴിയാണ്. എല്ലാവരോടും സ്നേഹമുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പുസ്തക പ്രകാശനം സഹിതം ജിജോയ്ക്ക് സ്നേഹമുണ്ട്, നജീബയ്ക്ക് സ്നേഹം. ഇതുപോലുള്ള കൂടിച്ചേരൽ ഉണ്ടാകട്ടെ. ഇബ്രാഹിമിക്കെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം. സാങ്കേതികമായിട്ട് ഇബ്രാഹിമിക്കയുടെ മരുമകളാണ്, ഷബീലിൻ്റെ കൂട്ടുകാരിയാണ്. പക്ഷേ മകളാണ്, കൂട്ടുകാരിയാണ്, എല്ലാം. അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് ഇബ്രാഹിമിക്ക. ആയുർവേദ ഡോക്ടറാണ്. അസ്ന നമ്മളോട് സംസാരിക്കും. ഞാൻ ഷൗക്കനോട് പറഞ്ഞിരുന്നു, എനിക്ക് പപ്പ എന്നെ മരുമകളായിട്ടല്ല കണ്ടത്. ഞാനും പപ്പയും യോഗയിൽ തുടങ്ങിയൊരു കൂട്ടാണ്. രാവിലെയാണ് പപ്പൻ്റെ സെഷൻ ഉണ്ടാവുക, വൈകുന്നേരം എൻ്റെ സെഷന്. 2011 മുതൽ ഞാൻ പുളിയാമ്പറ്റ എന്നൊരു ഇതിലെ ഫാമിലിയിലേക്ക് വരുന്ന 2011 ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ അല്ലായിരുന്നു. വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബം, ഓർത്തഡോക്സ്. ഷൗക്ക എൻ്റെ ഉമ്മാനൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ണ് മാത്രം കാണിച്ച് നടക്കുന്നൊരു കുടുംബം. അതിൽ നിന്ന് ഒരാളുടെ മുന്നിൽ, എൻ്റെ വീട്ടിലേക്ക് ഏതൊരു വേഷത്തിലും എനിക്ക് കയറി ചെല്ലാൻ കിട്ടിയൊരു ധൈര്യം ഉണ്ടായിരുന്നു. അത് ശരിക്ക് പപ്പേന്ന് കിട്ടിയതാണ്. മാത്രമല്ല, ഇന്ന് കേരളം അറിയുന്ന ഒരു കോസ്മെറ്റോളജിസ്റ്റ് പപ്പ അവിടെ വരുന്ന എല്ലാവരോടും പറയും, ഞാൻ അങ്ങനെ ഒരാളാണ്. ഒരിക്കൽ പോലും മരുമകളോട് കാണിക്കേണ്ട ഒരു വെറുപ്പ് എന്നോട് പപ്പ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു വലിയൊരു സ്വപ്നമായിരുന്നു, ഒരു ഷേഹ എന്നുള്ളൊരു കോസ്മെറ്റിക് ബ്രാൻഡ് പപ്പനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം എന്നുള്ളത്. ഞാനൊന്ന് ഷെൽക്കാനോട് ചോദിച്ചു, നീ എന്താ അവിടുന്ന് പറയാന്ന്. ഒരു 5 ദിവസം കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതായത് 9 മണി മുതൽ 6 മണി വരെ. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ സംസാരിക്കാൻ പറ്റുമോ? ഞാൻ ഷെൽക്കാനോട് പറയും, എനിക്ക് പറ്റും തോന്നില്ല. ഞാനിവിടെ കയറി വന്നപ്പോൾ തൊട്ട് കരയാൻ തുടങ്ങിയത്. വീടിൻ്റെ ഗേറ്റ് കയറുമ്പോൾ പപ്പ കൊലായിലേക്ക് വരും. മക്കളടക്കം ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അകത്തേക്ക് എടുത്തു വെക്കും.
ഈ 2 മാസം പപ്പ കിടപ്പിലായപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ഗേറ്റ് തുറക്കുന്നത് മുതൽ ഹോസ്പിറ്റൽ തുറക്കുന്നത്, ഹോസ്പിറ്റൽ കാര്യങ്ങൾ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നത്, ഇതിനെല്ലാം ഓരോ നിമിഷവും എനിക്ക് തോന്നുന്നു പപ്പനെ ചോദിക്കാത്ത ഒരാളില്ല. എവിടെ പോയാലും ചോദിക്കും പപ്പ എവിടെ. പപ്പ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. കണക്ക് കൂട്ടലുകൾ ഞാൻ ചെയ്യാറില്ല, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമുക്കത് അവരോട് പറയുമ്പോൾ അവരിൽ കാണുന്നൊരു വിഷമമുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവുന്നു പപ്പ എത്രത്തോളം അവരുമായിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ടായിരുന്നു, അവരുമായിട്ട് എത്രത്തോളം അടുപ്പുണ്ടായിരുന്നു എന്നുള്ളത്. ശരിക്കും മരിക്കുന്നവരെ ജോലിക്ക പറയും, സാധാരണ പ്രായമുള്ള ആൾക്കാർ, ഒരു 70 കഴിഞ്ഞ ആൾക്കാർ കടലിൻ്റെ അടുത്ത് പോയി ചായ കുടിച്ച് സംസാരിച്ചിരുന്നിട്ടൊരു കണക്ഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പപ്പക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. പക്ഷെ അതിനേക്കാളേറെ ഒരുപാട് പേര് അതിനൊരു എന്താ പറയുക, ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഒരു ജാതിയോ ഒരു മതമോ ഒന്നും പപ്പക്ക് ഉണ്ടായിട്ടില്ല. അത് ആര് തന്നെ ആയിക്കോട്ടെ, അവരോടൊക്കെ ഒരേപോലെയാണ് പപ്പ സംസാരിച്ചിരുന്നത്. ഇന്നും ഓരോ പേഷ്യൻസ് വരുമ്പോഴും ആ ഒരു കാര്യം പറയും. കാരണം ഒരു 4 വർഷം മുമ്പ് വരെ ഉപ്പ ഹോസ്പിറ്റലിൽ വൈകുന്നേരം നിൽക്കും. അപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ അവരെ വീട് എവിടെയാ, എങ്ങനെയാണ്, അവർക്ക് യോഗ പറഞ്ഞു കൊടുക്കും. അവർ ചിലപ്പോൾ യോഗ ക്ലാസ്സിന് കയറും, ഫീസ് തന്നില്ലെങ്കിൽ വേണ്ടാന്ന് പറയും. അങ്ങനെ അത് യോഗ ക്ലാസ്സിലൂടെയുള്ള ഒരുപാട് അടുപ്പങ്ങൾ, വെറുതെ സംസാരിച്ചുകൊണ്ടുള്ള അടുപ്പങ്ങൾ, അങ്ങനെ ഒരുപാട് പേരെ പപ്പ സമ്പാദിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ ഇന്ന് എന്നോട് ഏത് മതമാണെന്ന് ചോദിക്കും, എനിക്ക് മതമില്ല എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് അതെനിക്ക് പപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ പപ്പയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അവിടെ തുടങ്ങണം, അവിടെ ഒരു വീടുണ്ടാക്കണം, അവിടെ നിൽക്കണം. എപ്പോഴും പറയായിരുന്നു. എനിക്ക് തോന്നുന്നു ഉമ്മ ദുബായിൽ പോയി നിൽക്കുന്ന സമയത്താണ് പപ്പ വൈകുന്നേരം ചായ കുടിക്കുമ്പോഴാണ് ഒരുപാട് സംസാരിക്കുക. പപ്പയുടെ ആഗ്രഹങ്ങൾ, ഇവൻ ഷൗക്കനെ കുറിച്ച്, നജീഖാനെ കുറിച്ച്, ഇലയെ കുറിച്ച്, ഇതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല, പപ്പയിലൂടെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് പപ്പനെ കുറിച്ച് പറയണം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ ഞാൻ പറയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എൻ്റെ മുന്നിൽ ആ ഒരു ചോപ്പ് കുർത്തായിട്ട് നിൽക്കുന്ന ഒരു പപ്പനാണ്. ഇവൻ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഒരു സീറ്റ് ഉണ്ട്, പപ്പയുടെ ഒരു സീറ്റ്. പക്ഷെ എന്തോ ഒരു 2 വർഷമായിട്ട് പപ്പ കുറച്ചു ഗ്യാപ്പ് കാണിക്കുന്ന പോലെ ഞങ്ങൾ ഫീൽ ചെയ്തിരുന്നത്. വയ്യാത്തോണ്ടാണോ, കുറേയൊക്കെ ക്ലാസ്സുകളിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു, യാത്രകളിൽ നിന്ന് വിട്ടു. ഇവൻ പപ്പ കഴിച്ചിരുന്ന് ചേർന്ന് വരെ പപ്പ മാറിയിരിക്കാൻ തുടങ്ങി. എനിക്കൊന്ന് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് സമയം തന്നതാവാം കുറച്ചും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ ആ 2.5 മാസവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം, പറ്റാവുന്ന രീതിയിൽ നോക്കി പപ്പ ആഗ്രഹിച്ച പോലൊരു മരണം പപ്പയുടെ അടുത്ത് കൺഫേം ചെയ്യേണ്ട ഒരവസ്ഥ. ഉച്ചക്ക് വന്നപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, പപ്പ പോവാണ്, സാച്ചുറേഷനും BP എല്ലാം കുറഞ്ഞു വരുന്നു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. മരണം നേരിട്ട് കാണുമ്പോൾ ഇത്രയും കൂളായിട്ട് മരിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. 1:30 മുതൽ 6 മണി വരെയുള്ള സമയം ഓരോ 2 മണിക്കൂറിലും BP നോക്കി, സാച്ചുറേഷൻ നോക്കി, ഹാർട്ട് ബീറ്റ് നോക്കി പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഞാൻ സത്യം പറഞ്ഞ ആരെയും കരയിപ്പിക്കണം ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തെന്നാലും ഇലയായിട്ടോ അല്ലെങ്കിൽ സമയമായിട്ടുള്ള പപ്പയുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഞങ്ങളെപ്പോഴും കൂട്ടുണ്ടാകും. ഈവൻ എൻ്റെയും സ്വപ്നം, ഞാൻ പപ്പനോട് എപ്പോഴും എൻ്റെ സ്വപ്നങ്ങൾ പറയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കൂട്ടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എൻ്റെ എല്ലാ ഇതും നിർത്തിയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം,
അപ്പോൾ അതിനൊക്കെ പപ്പ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈവൻ നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പം ഒന്നിനൊരു എതിർപ്പ് പപ്പൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈവൻ എനിക്ക് ഞാനെപ്പോഴും ജോലിക്കാരനോട് പറയാറുണ്ട്, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഞാൻ ചില സാധനങ്ങൾ എനിക്ക് കഴിക്കാൻ കൊതി തോന്നുമ്പോൾ അത് അടുത്ത ദിവസം പപ്പ കൊണ്ടുവരും. ഞാൻ പറയണമെന്നില്ല, പക്ഷെ അത് എങ്ങനെ അത് മനസ്സിലാവുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് കറക്റ്റായിട്ട് പപ്പ കൊണ്ടു തരാറുണ്ട്. ഇപ്പം എനിക്ക് മാത്രമല്ല മക്കൾക്കും വല്ലാണ്ട് മിസ് ചെയ്യുന്നൊരു, ഞാൻ പറഞ്ഞില്ലേ, രാവിലെ മുതൽ രാത്രി കിടക്കുമ്പോൾ വരെ ഒരുപാട് മിസ് ചെയ്യുന്നൊരു വ്യക്തി. എനിക്ക് തോന്നുന്നു എൻ്റെ ഉപ്പാനെ പോലും ഞാൻ ഇത്ര മിസ് ചെയ്തിട്ടില്ല. ഉമ്മക്കറിയാം, ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന വളരെ വളരെ ചുരുക്കമാണ്. വേറൊന്നുമല്ല, ഞാൻ ഈ ഫാമിലിയിൽ ഞാൻ കണ്ടെത്തുന്നൊരു സന്തോഷമുണ്ട്. അതൊരു രസമാണ്. മീൻസ് ഞാൻ പറയില്ല, എൻ്റെ വളർച്ച, എനിക്ക് കിട്ടുന്ന സപ്പോർട്ട്, മരുമകൾക്ക് കിട്ടുന്നൊരു സപ്പോർട്ട്, ഒരിക്കൽ പോലും മരുമകളെ മുന്നിലോട്ട് നിർത്താൻ അധികം ആൾക്കാരും താല്പര്യപ്പെടില്ല. ഈവൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിന് തറക്കല്ലിടുമ്പോൾ പപ്പ എന്നെ മുമ്പിൽ നിർത്തി. പല എതിർപ്പും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എന്നെ മുമ്പ് നിർത്തിയിട്ട് പപ്പ പറഞ്ഞത് അത് ഹാസന തന്നെയാണ് ചെയ്യേണ്ടതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോലും എനിക്ക് അവിടെ ഒളിഞ്ഞു നോക്കുക എന്നല്ലാതെ ആ ഒരു സ്ഥാനം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത്ര പോലും എന്നെ ഞാനായി കണ്ടൊരു വ്യക്തിയാണ് പപ്പ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വളരെ സന്തോഷം ഇലയിൽ ഇങ്ങനൊരു പ്രോഗ്രാം നടത്തിയതിന്. എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരെയും പരിചയമില്ല. ഞാൻ പറഞ്ഞല്ലോ, പപ്പ വഴി അറിയുന്ന വ്യക്തികളാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കണ്ടവരെ, ഞാൻ ഷൗക്കനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് കണ്ടവരെ നാളെ ഓർത്തിരിക്കാനുള്ളൊരു ഇതെനിക്കില്ല. എനിക്ക് ഭയങ്കര മറവിയാണ്. മീൻസ് ആളുകളെ മനസ്സിലാക്കാൻ, സ്ഥലങ്ങൾ അറിയാം. പിന്നെയും നമ്മളെവിടെയെങ്കിലും വെച്ചൊക്കെ കാണും, പറയണം ഇലയിൽ വെച്ച് കണ്ടിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ആർക്കും എന്ത് സഹായവും ഞങ്ങളെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ കാണാം, അറിയിക്കാം. അത് പപ്പഴും എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്. എല്ലാവരും വരിക, വയനാട് വരുമ്പം പുളിയാമ്പറ്റ എന്ന സ്ഥാപനത്തിലേക്കും ഞങ്ങളുടെ ആ ഒരു വീട്ടിലേക്കും നിങ്ങൾ എപ്പോഴും വരണം. ഇത്രേ ഇന്നെനിക്ക് പറയാനുള്ളൂ. ഞാൻ അസ്ന പറഞ്ഞ എല്ലാവരും നമ്മളാകെ ബേജാറാക്കി വെച്ചിരിക്കുകയാണ്. ഞാനും സത്യത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്കൊന്നും കിടക്കുന്നില്ല. എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ കുറച്ച് കാലം, ഒരു 4-5 വർഷമായിട്ട് പറയുന്നത് നിർത്തിയതാണ്. പറയുന്നത് എന്താണെന്ന് കൃത്യം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പലപ്പോഴും വായിൽ വന്നത് കൊതക്കി പാട്ട് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. സന്ദർഭങ്ങൾ ചിലപ്പോൾ നോക്കില്ല. എനിക്ക് അതിൽ നിന്ന് എന്താ പറയുക, ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് എന്താ പറയുക, ഒരു അപരിചിതനായിട്ട് അല്ലെങ്കിൽ വഴിതെറ്റി മാറിപ്പോയതാണ് ഷൗക്കത്തിൻ്റെ ക്ലാസ്സിൽ. കാരണം അതുവരെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എല്ലാ സൂഫീസായാലും തിരക്കില്ല, ഇനി അല്ല ശ്രീനാരായണ ഗുരു ആയാലും തിരക്കില്ല, നടരാജ ഗുരു ആയാലും തിരക്കില്ല, ഈവൻ ഷൗക്കത്ത് വരെ മനുഷ്യ ദൈവങ്ങളാണ്, തട്ടിപ്പാറാണെന്നുള്ളതാണ് എൻ്റെ ചിന്തയുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഇന്നിപ്പോൾ മുന്നേറ്റം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെങ്ങനെയാണ് പാർട്ടിയിൽ ഇത്ര, എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭയങ്കര അടുത്ത് ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്താ അത്ര സജീവമായിരുന്നു എനിക്ക് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയത്. ഇപ്പോൾ എനിക്ക് അതിനോട് അത്രയൊന്നും യോജിപ്പുണ്ടോ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ കച്ചറുണ്ടാക്കേണ്ടായിരുന്നു. അപ്പം ഞാനിത് പറഞ്ഞത്, അങ്ങനെ നടക്കുമ്പോൾ ഉള്ള ഒരു യാത്രയിൽ ഷൗക്കത്തിന് എനിക്കറിയാം, ഞാൻ ഹിമാലയ യാത്ര നടത്താമെന്നുള്ളത്. ഇതൊക്കെ എന്താ വെച്ചാൽ, എനിക്ക് എന്നിൽ ഒരു കുറേ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് യാത്ര എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഹിമാലയത്തിൽ ഞാൻ വിപ്ലവം തലക്കി കയറിയ സമയത്ത് എനിക്ക് വളരെ ആവേശമുള്ള, ഒരു 20-22 വയസ്സുള്ള സമയത്ത് ഹരിദ്വാർ പോയിട്ട് മേലോട്ട് ഞാൻ പോകുന്നില്ല എന്ന് തിരിച്ചു വന്ന കൂട്ടത്തിലാണ്. ഹരിദ്വാർ മതി, കാരണം ഞാൻ മൂന്നൻ്റെ ഹരിദ്വാറിൽ മണികൾ മുഴക്കുന്നതൊക്കെ വായിച്ചിട്ടാണ് ഹരിദ്വാറിലെത്തുന്നത്. അപ്പോൾ അവിടെ കാണുന്ന വേറെ എന്തായതുകൊണ്ട് തിരിച്ചു വന്നാണ്. പിന്നീട് ഹിമാലയത്തെ അറിയണമെന്ന് വിചാരിച്ചിട്ട് ഒരാളോട് ചോദിച്ചപ്പോഴാണ് ഷൗക്കത്തിൻ്റെ പുസ്തകം അവർ റെഫർ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തെ അറിയാം. പാലിയേറ്റീവുകാരൻ്റെ ഒരു ഭാരവാഹിയാണ്, ജില്ലാ ഭാരവാഹിയാണ് ഞാൻ കോവിഡ് വരുന്ന കാലത്ത്. അപ്പോൾ 24 മണിക്കൂർ തികയില്ല. മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകൾ അന്നും ഇന്നും ഒക്കെ ഉള്ള യൂണിറ്റ് കോഴിക്കോടാണ്. 10-70 പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുണ്ട്. അതിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി പണിയെടുക്കാൻ ഏറ്റവും നല്ല പണിയാണ്. അങ്ങനെ ഓടിയാണെന്ന് ഞാൻ ഒരു ദിവസം ഒന്നും അല്ലാണ്ട് സ്റ്റക്കായിപ്പോയി.
സത്യം എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഞങ്ങൾക്ക് തന്ന ക്ലാസ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആദ്യം ഈ കോവിഡ് ആക്രമിക്കാൻ പോകുന്നത് നമ്മളെയാണ്. എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് കെയറിലെ പ്രായമുള്ള ആളുകളെയാണ്. അല്ലെങ്കിൽ അസുഖബാധിതരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ആദ്യമായി ക്ലാസ് കിട്ടിയുള്ളത്. അപ്പം അതുകൊണ്ട് ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇബ്രാഹിം ഖാനെ ഞാൻ കാണുകയും ചെയ്യുന്നത്, കേൾക്കുകയും ചെയ്യുന്നത്, കാണുന്നതല്ല. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ബഹളമാണ്. എൻ്റെ ഭാര്യ വെച്ചാൽ അവൾ കാണിച്ചൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരാന്നറിയാണ്ട് എൻ്റെ കൂടെ 1987 തോന്നുന്നു എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു. ജാതിയും മതമൊന്നും നോക്കാതെ. മതമൊന്നും പ്രശ്നമല്ല, ജാതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അങ്ങനെ അവൾ കഷ്ടപ്പെട്ട് സഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഒരു സമയം ഉണ്ടായി. ഞാനിവിടെ പറയുന്നില്ല, വ്യക്തിപരമായിട്ട് സ്വകാര്യം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചറിവുണ്ടായപ്പോൾ ഇതൊന്ന് മാറ്റണമല്ലോ. ആ ഒരു സന്ദർഭം കൂടിയാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ ഷൗക്കത്തിൻ ക്ലാസ്. അപ്പോൾ ഞാൻ ഇബ്രാഹിം ഖാനോട് ഇതൊക്കെ പറഞ്ഞു. എനിക്ക് ഉറക്കില്ല, ഭയങ്കര അസ്വസ്ഥനായി ഞാൻ. കാരണം 24 മണിക്കൂർ തികയാത്തൊരു സമയത്ത് അതിൻ്റെ ഓഫീസിലാണെന്ന് വെച്ചാൽ 3-4 കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എഞ്ചിനീയറാണ്. എന്നോട് പേടിയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവിക മനുഷ്യനെ മനസ്സിലാക്കാൻ ഞാൻ തമാശ പറഞ്ഞ, ഞാൻ വെറുതെ ഒരു ആലങ്കാരിക ഭാഷ പറഞ്ഞല്ല. അപ്പോഴാണ് ഞാൻ ശരിക്കും ഭയങ്കര മനസ്സിലായി. എന്നോടിപ്പോൾ ഞാൻ ഷൗക്കത്തിനോട് പേടിയുണ്ടെന്ന് ചോദിക്കില്ല. കാരണം എൻ്റെ ഓഫീസിൽ സ്ഥലമുണ്ട്, നിങ്ങളവിടെ കിടത്തി നിങ്ങൾ ഉറങ്ങും, പേടിയുണ്ടെങ്കിൽ പേടിക്കട്ടെ, നിങ്ങളെല്ലാം പോവുക, ആരോടും ചോദിക്കില്ല. പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടേ പറയണം കേട്ടോ, നമുക്ക് അവിടെ തന്നെ കിടക്കാൻ ഒരു പ്രശ്നമില്ല, ആ റൂമൊന്നും നമ്മൾ ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞു പോയ ശിവ. അത് കഴിഞ്ഞ് 14 ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇവർ നല്ല ഭക്ഷണമൊക്കെ തരും. മാത്രമല്ല മോൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഭക്ഷണത്തിന് പറ്റിയൊന്നുമില്ല. അപ്പോൾ പൊരിച്ച മീനും ബിരിയാണി നെയ്ച്ചോറും ഇറച്ചിയൊക്കെ ആയിട്ടുള്ള നല്ല ഭക്ഷണം ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് എത്ര പൈസ വാങ്ങി എനിക്കറിയണം. വളരെ കുറച്ച് പൈസയാണ്, ഞാൻ പ്രതീക്ഷിച്ചെങ്കിൽ കുറഞ്ഞ പൈസ വാങ്ങിയിട്ടുള്ളൂ. പുസ്തകങ്ങൾ തരും ഇവരെ പറ്റി. ഞാൻ വിചാരിച്ച ഇബ്രാഹിം ഖാൻ്റെ ഭാര്യയല്ല ഞാൻ കണ്ടിട്ടുള്ള ബാനു. ഇവർ എഴുത്തി പറയല്ല. ഞാൻ ഈ അനുശോചന യോഗങ്ങളിൽ സംസാരിക്കില്ല. കാരണം മരിച്ചാലും മോശക്കാരെന്ന് വെച്ചാൽ മോശം എന്ന് പറയുന്നത് എൻ്റെ പഴയ പോളിസി. ഇപ്പം ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. നിങ്ങളെല്ലാവരും നല്ല സുന്ദരന്മാർ സുന്ദരികളെന്ന് ഞാൻ പറയാം. പക്ഷേ മരണം ഒരാൾ ദിവ്യനാക്കുന്നതെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഞാൻ പോകില്ല. കാരണം എനിക്ക് ചിലപ്പോൾ എന്നോട് ഇത് മറിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ പറയല്ല. അപ്പോഴാണ് സമയുടെ ഒരു കെട്ടിടത്തുണ്ട്, അവിടെ ഒരു പഴയൊരു കെട്ടിടമുണ്ട്, നമുക്കൊന്ന് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഏതാണ്ട് ഒരു ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് ഞാൻ വളരെ ദാരിദ്ര്യം പിടിച്ച് ഒരു സാധനമൊക്കെ വരച്ചു കൊടുത്തു. ഷൗക്കത്ത് വേറെ ആളെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ മനസ്സിലുള്ള വലിയൊരു സാധനമല്ല. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോഴുള്ളൊരു അസൂയ നജീബ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അഭയത്തിൽ വന്നാൽ ഇതുപോലുള്ള സാധനമല്ലേ നമ്മളവിടെ ചെയ്തത്. നമ്മൾ ഭയങ്കര കഷ്ടപ്പാടിലാണ്. 5-8 ലക്ഷം റുപ്യ മാസം ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഇതുപോലൊരു സാധനം ഉണ്ടാക്കുമ്പോഴുള്ളൊരു ഒരു സന്തോഷം ഷൗക്കത്തിന് പ്ലാൻ കണ്ടപ്പോൾ എനിക്കുണ്ടായി. പക്ഷേ ഇബ്രാഹിം എന്നോട് പറഞ്ഞു, മധുവേട്ടാ നമുക്ക് ചിലവാക്കാൻ ഇത്ര പൈസ എൻ്റെ അടുത്തുള്ളൂ, കുട്ടികളോടൊന്നും ഞാൻ പൈസ വാങ്ങുന്നില്ല, അതിന് വാങ്ങിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടെ. കാരണം അവസാനം വന്നപ്പോൾ ഒരുപാട് പൈസയായി പോയി. അപ്പോൾ അതിനനുസരിച്ച് സാധനം ചെയ്തു തരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോവുകയും ചെയ്തു കൊടുക്കുകയോ ചെയ്തു. അപ്പോഴും പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഷൗക്കത്ത് അവിടെ ഉണ്ടാവണം, നമ്മളൊക്കെ കൂടെ ഉണ്ടാവണം. ഞാനും അവിടെ ചെറിയൊരു സ്ഥലമെല്ലാം വാങ്ങിച്ച്, സ്ഥലം 5 സെൻറ്റ് അല്ലേ, എനിക്ക് അതേ പൈസ ഉള്ളായിരുന്നു. ഞാൻ വാങ്ങിച്ചത് ഷൗക്കത്ത് ഉണ്ടാവും ഇബ്രാഹിം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് ഷൗക്കത്തിനോട് പറയാനുള്ള എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ റെഡിയാണ്. പക്ഷേ അത് ആരും നോക്കൂ എന്നുള്ളതാണ് പ്രശ്നം. ഇവർക്ക് പിന്നെ ഒരു ബാധ്യത ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിനെ മെനക്കെടത്. അപ്പം അങ്ങനെയാണ് മൂപ്പർക്ക് ആശുപത്രി വേണം, അതിനൊരു പ്ലാനൊക്കെ വെച്ച് തന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പണിയൊക്കെ കെട്ടിപ്പൊട്ടി പോവുകയാണ്, 60 വയസ്സ് വരെയാണ് നമ്മളെ പരിപാടി, നമ്മുടെ ഭൂമി സന്ദർശിച്ച് തിരിച്ചു പോകാൻ സമയമായി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ എൻ്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചു. ആ പണിയും ഭയങ്കരമായിട്ട് ഞാനിവിടെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, പ്രയാസപ്പെടുത്തുന്നില്ല. നമ്മുടെ ഷബിന അല്ലെന്തായാലും ഉള്ള പേര് ഷമീൽ വന്നിട്ടില്ലേ, ഉണ്ടല്ലേ, ഞാൻ നോക്കുന്നത്, ഞാൻ വന്ന മത്സ്യം നോക്കുന്നത്. അപ്പോൾ അത് വന്നിട്ട് വലിയൊരു രീതിയിൽ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ വിളിക്കുമ്പോൾ ഡോക്ടർ വിളിക്കുകയല്ല, എന്താ പലപ്പോഴും എന്നെ വിളിക്കൽ അദ്ദേഹമാണ്. അത് എൻ്റെ വാർപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി നമുക്ക് തീർക്കണം. അപ്പം അങ്ങനെ ഉള്ളത് കാര്യത്തിലാണ് സമയത്താണ് ഇങ്ങനെ എല്ലാം കൂടിയായി. ഞാൻ ഈ വിവരം അറിഞ്ഞ് എനിക്ക് ബാംഗ്ലൂരാണ്, എനിക്ക് എന്തായാലും പോകണം. പക്ഷേ പഴയമാതിരി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. AGC നമ്പർ എന്നൊക്കെ എല്ലാവരോടും പറയും, ഞാനും പറയും. പക്ഷേ AG നമ്പറല്ല പറഞ്ഞാലും നമുക്ക് കിടക്കില്ല. രാവിലെ എണീറ്റ് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വേനയാണ്, പൊങ്ങൂല, നിലത്ത് കിടന്ന താഴെ പൊന്താൻ കഴിയില്ല, ഒരാൾ വേണം, മറ്റേ ജെസി പറ്റാൻ വേണം പൊന്തിക്കണമെങ്കിൽ. അപ്പം അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണ് ടിക്കറ്റ് ഇല്ല, വരാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വന്ന് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ഭയങ്കര പ്രയാസത്തിൽ എത്രയൊക്കെ പറഞ്ഞാലും ഒരു വീട്ടിലേക്ക് ഇബ്രാഹിം ഇല്ലാത്ത വീട്ടിൽ കയറി ചെല്ലുമ്പോഴുള്ള പ്രയാസമുണ്ട്. അവിടെ കയറി ചെല്ലുന്ന നേരത്തെ
ഇവള് പറഞ്ഞ ഇബ്രാഹിംഖാൻ്റെ മരുമോള് പറഞ്ഞതുപോലെ അദൃശ്യമായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് അവിടെ. അപ്പം ഞാൻ ചെന്നപ്പോൾ ഞാൻ ഷെബീലുണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സംസാരിച്ചിരിക്കുന്നു. ഉമ്മ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലൊക്കെ 41 ദിവസം ഉള്ളിലിരിക്കുന്ന സ്ത്രീകളാണ് പല സ്ഥലത്തുള്ളത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ള പേടിയാണ്. ഞാൻ പക്ഷേ അതാ കൂട്ടായിരുന്നു, വൈഫിനെ കൂട്ടിയില്ലേ. മാത്രമല്ല അതുവരെയുള്ള സോളസേരിക്കേട് സഹിക്കാൻ വേണ്ടല്ലോ. അപ്പോൾ അല്ല മാറ്റി ഇപ്പം ഞാൻ ഇന്ത്യ അത്ര നല്ല ഭർത്താവ് ഇപ്പോൾ ഇല്ല ചോദിച്ചു നോക്കൂ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉമ്മ മധുവേട്ടൻ വന്നിക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് ചിരിക്കുന്ന മുഖമായിട്ട് ഇവരിയ്ക്കുന്നത്. പക്ഷെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ എങ്കിലും ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കതിനങ്ങനെ പറ്റൂല. ഞാൻ സത്യത്തിൽ എന്ത് പറയണമെന്ന് ഏത് പറയണമെന്ന് അറിയാണ്ട് അങ്ങോട്ട് വന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് വയസ്സാകുന്ന ഇതും പ്രശ്നമാണ്. സങ്കടം വന്നാൽ അപ്പോൾ കരച്ചിൽ വരും, സന്തോഷം വന്നാൽ ഭയങ്കര സന്തോഷം വരും. അപ്പോൾ ഇതൊക്കെ ഇതാണ്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചത്, ജെന്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്ന് പറഞ്ഞത് സ്വീഡിഷ് എഴുത്തുകാരിയുടെ മാർഗറ്റിന ടീര. അവർ പറയുന്നുണ്ട് മരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവണം. 60 വയസ്സിലാണ്. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും കഴിച്ചു. അങ്ങനെയല്ല, അത് ആ പുസ്തകത്തിൻ്റെ അകത്ത് കിട്ടിയ കുറേ സാധനങ്ങളും എല്ലാം കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. കാരണം അത് നല്ലതാണ്. 60 വയസ്സ് 56 വയസ്സ് കഴിഞ്ഞാൽ പ്രാക്ടീസ് അല്ല, ക്ലീനിങ് ഓഫ് ഇതാണ്. കാരണം നമ്മളിതെല്ലാം ഒന്ന് ഒരുങ്ങി നിൽക്കുക. കാരണം ജനനത്തിന് നമ്മൾ ഒരുങ്ങുന്നില്ലേ, നമ്മൾ കല്യാണത്തിന് ഒരുങ്ങുന്നില്ലേ, നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിനും ഒരുങ്ങുന്നില്ലേ, അതുപോലെ മരണത്തിന് ഒരുങ്ങണം. ഇത് നിങ്ങളെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്വാധീനമുണ്ട്. എന്നെ സ്വാധീനം ഇപ്പോൾ ഷൗക്കത്ത് എന്ത് തന്നു ഞാൻ ഉണ്ടാക്കി തന്നില്ല എന്നൊക്കെ പറയാം. എന്നാൽ തന്നിട്ടുള്ള കുറേ കാര്യം ഇപ്പോൾ ദേഷ്യം പഴയമാര് പിടിക്കുകയില്ല. 100 പ്രാവശ്യം ദേഷ്യം പിടിക്കും ഒരു ദിവസം എനിക്ക്. ഇപ്പം 90 പ്രാവശ്യമുള്ള അതുകൊണ്ട് ഭാര്യ പറയും ദേഷ്യം പിടി നിർത്തില്ല എന്ന്. പക്ഷെ 100 പ്രാവശ്യം 90 പ്രാവശ്യമുള്ള 10 പ്രാവശ്യം പിടിച്ച് നിർത്തേണ്ട പ്രയാസം എനിക്കറിയാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു പോയാൽ കുറേ ആയിപ്പോവും. അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പലപ്പോഴും ഇവിടെ ഇങ്ങനെ കൂടിച്ചേലുണ്ടാകുന്ന സമയത്ത് ഞാൻ തിരക്കിലായിരിക്കും. ഇപ്പം എനിക്കൊരു പണിയില്ല. ഞാൻ 60 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം നിർത്തി. 5 കൊല്ലം ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 65ാമത്തെ വയസ്സായി. അടുത്ത ഒക്ടോബർ 20 ചിലപ്പോൾ ഞാൻ പിന്നെ ഈ പറഞ്ഞവർ സ്ഥലം പറയുകയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഓട് സമ്മതിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. കാരണം 5 കൊല്ലം ഇതിലെ 38 വർഷത്തിൽ 33 കൊല്ലം വേസ്റ്റാക്കിയ ഒരു മനുഷ്യനാണ് ഞാൻ. കുടുംബത്തിൽ എങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാമെന്ന് മാത്രം ആലോചിച്ച് ഒരു ചായന് ഗ്ലാസ് എടുക്കാൻ ഇത്തിരി വൈകിയാൽ ഒരു ഈച്ച അതിൻ്റെ മുകളിൽ വന്നിരുന്നാലുണ്ടാകുന്ന ബഹളം മുതൽ എന്താ പറയുക, അത്രയും സമയത്താണ് ഷബീൽ എന്നോട് പറയുന്നത്, മധുവേട്ട, ഞാൻ ഷബീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ വിഭ്രാന്തികൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ ഷബീൽ പറഞ്ഞു, മധുവേട്ട ഇനിയുള്ള സമയമുണ്ടല്ലോ, ആ സമയങ്ങൾ നന്നാവുന്നു. അത് ഞാൻ ശ്രദ്ധ വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ കാരണക്കാരനായിട്ടുള്ളത് ഇബ്രാഹിംക്കാണ്. ഇബ്രാഹിംക്ക് പറഞ്ഞ എന്നോട്, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞങ്ങളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ആ എൻ്റെ പിന്നെ എന്താ പറയുക, വസ്ത്രങ്ങൾ അലക്കി തന്നത് പോലും ഇവരുടെ വീട്ടിൽ നിന്നാണ്. അതിലപ്പുറം ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അത്രയും സ്നേഹസമ്പന്നനായ ആളുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പലരെയും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഈ ബുക്ക് കൂടി അറിയാം. ശ്രദ്ധിച്ചൊക്കെ ഞാൻ കുറേ ശ്രദ്ധിക്കാറുണ്ട്. കാരണം പിന്നെ ഒന്നുമില്ല, ലളിതാംബ ജീവിതത്തിൽ നമ്മൾ സ്കൂൾ പഠിച്ചാണല്ലോ. അപ്പോൾ ഓരോരുത്തരെയും ഞാൻ നോക്കലുണ്ട്. എനിക്ക് ഓരോരുത്തർക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറഞ്ഞാൽ അടി കിട്ടുമെന്നുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഞാൻ കേട്ടിരുന്നാൽ വളരെ സന്തോഷം. ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിന് ഒരുപാട് സന്തോഷം. നജീബ് ഖാനെ പരിചയപ്പെടാൻ ഇന്നേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തെ ഒരുപാട് വേദിയിൽ കണ്ടിട്ടുണ്ട്. എന്നാലും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പലപ്പോഴും. ഇബ്രാഹിംഖാനെ യാത്ര അയച്ച് തിരിച്ചു വന്നിട്ട് ഞാൻ നസീമാനോട് പറഞ്ഞു, നിനക്ക് മുൻപേ ഞാൻ യാത്ര പോവുകയാണെങ്കിൽ നീ ഭാനുത്തയാവണം എന്ന് പറഞ്ഞു. ഞാൻ ഒരാഗ്രഹമായിരുന്നു അത്. കാരണം ഇബ്രാഹിംക്ക് സ്വർഗത്തിലേക്ക് യാത്ര അയച്ചിട്ടിരിക്കുകയായിരുന്നു, ഭാനുത്തെയും എല്ലാവരും, ആ കുടുംബത്തെല്ലാവരും. അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത കുടുംബങ്ങളിലൊക്കെ പലരും മരിച്ചു പോയിട്ടുണ്ട്. ചിലതൊക്കെ അങ്ങനെ തങ്ങി നിൽക്കും. എനിക്കൊന്നത് ഇല്ലാതാവുന്നതല്ല. എന്താണെന്നറിയില്ല, അതങ്ങനെയാണ്. എനിക്കൊന്ന് കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതിയാണ് ഇബ്രാഹിംഖാൻ്റെ മെസ്സേജ് വരുന്നത്. ആരോഗ്യത്തിൻ്റെ മോശമായ അവസ്ഥ പറയുന്നുണ്ട്. കൂട്ടത്തിൽ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ളൊരു മെസ്സേജായിരുന്നു അത് വന്നത്. അത്ഭുതകരമായ മെസ്സേജായിരുന്നു. അസുഖം ഷൗക്കത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നജീബിനോട് പറയണം തോന്നി. എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 7-ാം തീയതിയാണ് ആ മെസ്സേജ് വന്നത്.
പിന്നെ ഷൗക്കത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനും നസീമയും അനൂപും ഇന്ദും കൂടി പോയി കണ്ടു. വിളിച്ചപ്പോൾ ഒന്ന് നോക്കി, ശരിക്കും നോക്കി, തിരിച്ചു പോന്നു. പിറ്റേന്ന് എറണാകുളത്തുനിന്ന് ഷൗക്കത്ത് പറഞ്ഞു ബ്രൈൻകൻ്റെ വീട്ടിലേക്ക് പോകണം. ഞാൻ രാത്രി ഒരു 12 മണിയാകുമ്പോഴത്തേക്കും കുറ്റിപ്പുറത്തെത്താം, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പുലർച്ചെ വയനാട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ മലമ്പുഴയിൽ നിന്ന് മനോജ് എന്ന് പറയുന്ന ഒരാൾ സ്ഥിരമായി എനിക്ക് മെസ്സേജ് അയക്കും. അദ്ദേഹം വോയിസ് മെസ്സേജ് ഒന്നും അയക്കില്ല, അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും. അപ്പം ഞാൻ അതിന് മറുപടി കൊടുക്കും. ഒരിക്കൽ അദ്ദേഹം എനിക്ക് മറുപടി തന്നു, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ടുണ്ട്, കഴുത്തിൽ ഒരു പൈപ്പ് ഇട്ടിട്ട് ആ പൈപ്പിലൂടെയാണ് ശ്വസിക്കുന്നത്. അപ്പം ഞാനും ഷൗക്കത്തും കൂടി പോണ വഴിയിൽ അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നു, ഈ പൈപ്പ് മാറ്റേണ്ട സമയമായി, വലിയ ചിലവുണ്ട്, എനിക്ക് നജീബിനെ അറിയിക്കണം തോന്നി. ഞാൻ ഈ മെസ്സേജ് ഷൗക്കത്തിന് മുന്നിൽ വെച്ച് വായിക്കുകയാണ്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനോജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, വിവരങ്ങൾ പറയും. ഷൗക്കത്തിനോട് പറഞ്ഞു ഇങ്ങനെ മനോജിന് ഈ പൈപ്പ് മാറ്റണം, പൈസ ഇല്ലാത്തതുകൊണ്ട് മാറ്റാതിരിക്കുകയാണ്. അപ്പം അന്നാണോ ഇനി അതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണോ എന്നറിയില്ല, ഏതൊരു പുസ്തകം വിറ്റ വകയിൽ ഷൗക്കത്തിൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ വന്നിട്ടുണ്ട്. ആ വണ്ടി വയനാട്ടിൽ ഇബ്രാഹിം ഖാനെ കാണാനെത്തുന്നതിന് മുമ്പ് തന്നെ മനോജിന് അത് വാങ്ങാനുള്ള പണം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഷൗക്കത്തിൻ്റെ ഗൂഗിൾ പേയിൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഞാനിത് കണക്ട് ചെയ്ത് പറയുന്നത്, ഏതോ ഒരു മനുഷ്യൻ മനോജ്, ഏതോ ഒരു മനുഷ്യൻ ഷൗക്കത്ത്, മനോജും ഷൗക്കത്തും തമ്മിൽ ബന്ധമൊന്നുമില്ല, ഇബ്രാഹിം ഖാനെ കാണാൻ പോകുന്നു. വഴിയിൽ എനിക്ക് മെസ്സേജ് വരുന്നു, നജീബ് എന്ന് പറയുന്ന ഒരാൾ ഷൗക്കത്തിനോട് പറയുന്നു. മനോജ് അന്ന് ആശ്വാസത്തിലാവുന്നുണ്ട്. ഒരാഴ്ചയായിട്ട് ഈ ട്യൂബ് മാറ്റാതിരിക്കുന്ന മനോജ് അന്ന് ആശ്വാസത്തിലാവുകയാണ്. ഇത് നമുക്കിടയിലുണ്ട്, സത്യത്തിൽ നന്നായിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. നന്നായി പരാജയപ്പെടുന്നുണ്ട്, നമ്മൾ പലപ്പോഴും നന്നായി പരാജയപ്പെടുന്നുണ്ട്. നമ്മൾ മനുഷ്യരാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്നവരാണെന്ന് പലപ്പോഴും എനിക്ക് എന്നോട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. നീ പരാജയപ്പെടുന്നുണ്ട് എന്നെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും എനിക്ക്. ധാരാളം മനുഷ്യർ എവിടുന്നൊക്കെയോ വരുന്നു. ഇബ്രാഹിം എനിക്ക് എല്ലാ മാസവും എന്നോട് പറയും നജീബ് വിഷമിക്കരുത് എന്ന് പറഞ്ഞിട്ട് സാധ്യമാവുന്നതൊക്കെ ഇങ്ങോട്ട് അയക്കും. ഞാൻ പറഞ്ഞിട്ടൊന്നല്ല അദ്ദേഹം ചെയ്തിരുന്നത്. ഏതൊക്കെയോ മനുഷ്യർ ആശ്വാസത്തിലായിട്ടുണ്ട്, ഉറപ്പായിട്ടും ആയിട്ടുണ്ട്. ദിനേശ് എന്ന് പറഞ്ഞിട്ടൊരു കക്ഷി കഴിഞ്ഞ ദിവസം ഒരു ഭാര്യനെയും 2 കുട്ടികളായിട്ട് വരികയാണ്. ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ ഇറങ്ങി, നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് കുട്ടികളുണ്ട്, ഏതോ കോളേജിൽ നിന്ന് വന്ന കുറച്ച് കുട്ടികളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ദിനേശും ഭാര്യയും കൂടി. അവരോട് ഞാൻ അതിനകത്തേക്ക് വന്നിരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ക്യാൻസറാണ് വയറ്റിനകത്ത്. അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ 2 പ്രാവശ്യം സർജറി നടത്തി, മാറ്റമൊന്നുമില്ല. അപ്പം ഈ സജന അടുത്തിരിക്കുന്നുണ്ട്, ദിനേശിൻ്റെ ഭാര്യ അടുത്തിരിക്കുന്നുണ്ട്. സജന ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ദിവസം ഒരു 5-10 ആളുടെയെങ്കിലും കണ്ണീര് വീഴുന്ന സ്ഥലമാണ് ഇല എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന സൗന്ദര്യമൊന്നുമല്ല ഇലയുടെ സൗന്ദര്യം. പലപ്പോഴും പലരുടെയും മനസ്സിൻ്റെ ചൂട് അനുഭവിക്കുന്ന സ്ഥലം കൂടിയാണ് ഇല. ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുണ്ട്, 2 ഉദ്ദേശത്തോടു കൂടി ആരും ഇങ്ങോട്ട് വരരുതെന്ന് പറയാറുണ്ട്. ഒറ്റ ഉദ്ദേശത്തിലേ വരാവൂ. കളവ് നടത്താൻ വരികയാണെങ്കിലും കക്കാനാണെന്ന് പറഞ്ഞു വന്നാലും പരാതിയില്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. സജന ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. അവസാനം സജന സ്വകാര്യമായിട്ട് പറഞ്ഞു, അങ്ങനെ വീട്ടിലൊരു ടോയ്ലറ്റ് ഇല്ല, ഇയാൾക്കൊന്ന് ടോയ്ലറ്റ് പോകണമല്ലോ, ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടുന്ന് റഷീദും അനൂപോ മധു ആരൊക്കെ പോയി നോക്കിയപ്പോൾ ടോയ്ലറ്റ് ഇല്ല വീട്ടിൽ. ഈ മനുഷ്യൻ്റെ
മുറിവ് കെട്ടാൻ വേണ്ടി ഇവിടുന്ന് ഇന്ദു പോയ സമയത്ത് എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. ആ മുറിവിൻ്റെ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്, വയറ് തുറന്ന് കിടക്കുകയാണ്. അദ്ദേഹം കിടക്കുന്ന മുറിയിൽ നിറയെ പൊടിപടലങ്ങളാണ്, പൊടിയാണ്. ഈ പൊടി മുഴുവൻ ഈ മുറിവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തൊരു വീട്. ഇതിൽ ദിനേശല്ല, സജനയാണ് ഏറ്റവും പ്രതിസന്ധിയിൽ അനുഭവിക്കുന്നത്. സജനയും മക്കളുമാണ്. ധാരാളം മനുഷ്യർ, കുറച്ചൊന്നല്ല. തൊട്ടടുത്ത ദിവസം ഇവിടെ ആരോ വന്നു, രാവിലെ വന്നപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട് ദിനേശ്. അയാൾ ഉടനെ പറഞ്ഞു ആ ദിനേശ് എന്ന് പറയുന്ന ആൾ പ്രയാസപ്പെടരുത്, അയാൾക്ക് വിസർജിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. വേറൊരു മനുഷ്യൻ വന്നപ്പോൾ പറഞ്ഞു അവരുടെ വീട് തേച്ച് വൃത്തിയാക്കി കൊടുക്കണം. കാരണം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുകയാണ്. ഞാനിത് പറയുന്നത് ഇബ്രാഹിം കയ്യിലേക്കാണ്. കാരണം നമ്മൾ പാകപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യരെ കേൾക്കാനും തൊടാനും പാകപ്പെട്ടിരിക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. ഒരുപാട് ഇബ്രാഹിംക്കമാർ ചുറ്റുമുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മളതിന് പാകപ്പെടണം, കേൾക്കാൻ പാകപ്പെടണം, തൊടാൻ പാകപ്പെടണം. അല്ലെങ്കിൽ ഷൗക്കത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തലേ ദിവസം ഏതോ ഒരു പുസ്തകത്തിൻ്റെ പണം വരുന്നു, ഏതോ ഒരു മനോജിന് ശ്വസിക്കാനുള്ള വായു ശ്വസിക്കാനുള്ള സൗകര്യം ഒരുങ്ങുന്നു, ഏതോ ഒരു മനുഷ്യന് ഏതോ ഒരു പുസ്തകം വാങ്ങുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. നമ്മളൊരിക്കലും വേറെ അല്ല, വേറെ വേറെ കമ്പാർട്ട്മെൻറ്റുകളിലാണ് നമ്മൾ പറയാൻ വേണമെങ്കിൽ. ഹിന്ദു ആവാം, മുസ്ലിം ആവാം, നായരാവാം, തീയരാവാം, പുരുഷനാവാം, സ്ത്രീയാവാം. ഇതൊക്കെ ആവുമ്പോഴും ഞാൻ പലപ്പോഴും ഇവിടെ വരുന്ന കുട്ടികളോട് പറയാറുണ്ട്, നമുക്കൊക്കെ മൂക്കിന് 2 ഓട്ടയേ ഉള്ളൂ. ഏറ്റവും ചെറിയ ഉദാഹരണം അതാണ്. മൂക്കിന് 2 ഓട്ടയേ ഉള്ളൂ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും മൂക്കിന് 2 ഓട്ടയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ ആ ക്രിയേറ്റർ ഇതിനെ അങ്ങനെയാണ് സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. ഒരൊറ്റ വാർപ്പിൽ വാർത്തെടുത്ത മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി അങ്ങനെ തന്നെ. ചിലപ്പോൾ നിറമോ രൂപമോ ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ ഒരുമിച്ചിരുന്ന് ഇവിടെ വായു ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവൻ എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അല്ലെങ്കിൽ സൃഷ്ടാവ് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയില്ല. ജീവൻ എവിടെയെന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. ജീവൻ ഇവിടെ നിന്ന് എണീറ്റ് പോകുന്ന ഒരു ഉറപ്പുമില്ല. ഇത് പൂർത്തിയാക്കുന്ന ഒരു ഉറപ്പില്ലാത്ത ഏക കാര്യം ഈ ജീവൻ എത്ര സമയം ഇവിടെ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു ഉറപ്പുമില്ല. ഈ ജീവൻ നിലനിർത്തുന്നത് നമ്മൾ ശ്വസിച്ചിട്ടാണ്, വായു ശ്വസിച്ചിട്ടാണ്. വായു ശ്വസിക്കുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ ബാനുത്താക്ക് വേറെ വായുണ്ടോ, നജീബിന് വേറെ വായുണ്ടോ, എൻ്റെ മുന്നിലിരിക്കുന്ന ഷൗക്കത്തിന് വേറെ വായുണ്ടോ, ഫെബിനാക്ക് വേറെ വായുണ്ടോ? ഇല്ല. നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ചിട്ട് തന്നെയാണ് ജീവൻ നിലനിർത്തുന്നത്. ശ്വസിക്കുന്നത് അങ്ങനെയാണ്, നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. എന്താ നമുക്ക് പങ്കുവെച്ചാൽ? പങ്കുവെക്കണം, ഒന്നും ബാക്കിയാക്കാതെ. ഈ ജീവൻ എവിടുന്നാണോ വന്നത് അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കണം. അതുകൊണ്ടാണ് സമ ഇബ്രാഹിം കയിൽ നിന്ന് രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് രൂപപ്പെട്ടു വന്നത്. പങ്കുവെച്ചത് തന്നെയാണ്. നമുക്ക് പങ്കുവെക്കണം. ഇബ്രാഹിം കെ ഓർക്കുന്നുണ്ടെങ്കിൽ ഓർത്ത് പറഞ്ഞു പോവാനല്ല, ഓർത്ത് അനുഭവിക്കാനും അനുഭവിപ്പിക്കാനും സാധിക്കുമെങ്കിൽ ഈ ഇരുത്തത്തിന് പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ഈ ഇരുത്തത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കൊടുത്തുകൊണ്ടിരിക്കണം, നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ മുന്നിൽ വന്ന കഴിഞ്ഞ ആഴ്ചയിലെ ഒരു കഥയാണ് ദിനേശിൻ്റെത് മാത്രം ഞാൻ പറഞ്ഞത്. ഇബ്രാഹിം കെ യാത്ര അയക്കാൻ പോയപ്പോൾ ഉണ്ടായ കഥയാണ് ആദ്യം പറഞ്ഞത്. ഇങ്ങനെ ധാരാളം പങ്കുവെക്കലുകളുടെ ഒരിടമാണ് ഇല. ധാരാളം പങ്കുവെക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മനുഷ്യരെ ഉണ്ടാവേണ്ട ഇടമാണ് സമ. ഇന്നലെ ഷൗക്കത്ത് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വീടുകൾ സമയും ഇലയുമായി മാറണം. ഞാൻ എൻ്റെ കുട്ടികളോടും ഭാര്യയോടും ഉമ്മയോടും പറയാറുണ്ട്, എൻ്റെ കാലശേഷവും ഈ വീട് ഊരി വെച്ച് പോകരുത്. മക്കൾ 4 പേരുണ്ടെങ്കിൽ പോലും അവർ തയ്യാറാണ്. 4 പേർക്കും പക്ഷികളൊക്കെ പറന്നുപോയി കൂടണയുന്ന ഒരിടം പോലെ വീടിനെ കണ്ടാൽ മതി. പക്ഷെ കൂടണയാൻ വീടില്ലാത്ത മനുഷ്യരുണ്ടാവാം. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്ന, ഹൃദയം പൊട്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ടാവും.
അവർക്കൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറ്റണം. അതാണ് സ്വപ്നം. എല്ലാവർക്കും വന്ന് താമസിക്കാൻ പറ്റണം. ഏതോ ഒരു സ്പേസിൽ എന്തോ ഒരു ഇടമുണ്ടാക്കി അവിടെ നമ്മൾ കുറേ ആളുകൾ താമസിക്കുക എന്നുള്ളതല്ല. ഇല പോലും ഇല്ലാതാവണം എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഇലകളാവണം. നമ്മുടെ ചുറ്റുമുള്ള ഒരു 10 വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു തണൽ ആവശ്യമുള്ളൊരു ജീവി ഉണ്ടെങ്കിൽ, നമ്മളായിരിക്കണം ഇല. നമ്മൾ മാത്രമായിരിക്കണം ഇല. അതിന് പണം വേണമെന്നില്ല, അതിന് സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. നേരത്തെ ബിന്ദു പറഞ്ഞ പോലെ ഒരു നനവുള്ള മനസ്സ്, ഒരു നനവുള്ള ഹൃദയം നമുക്കുണ്ടാവണം. വേറൊന്നിനും പരിഹാരമില്ല. വേറൊന്നിനും ഇവിടെ പരിഹാരമില്ല. എനിക്ക് തോന്നുന്നു ഇബ്രാഹിംക്ക നേരത്തെ ഷൗക്കത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു സാധനമുണ്ട്. എഴുത്തുകാരനോ പ്രാസംഗികനോ സാമൂഹിക പ്രവർത്തകനോ ഒന്നുമല്ല, ഒരു മനുഷ്യനായിരുന്നു. പങ്കുവെക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് നസീമയോട് പറഞ്ഞത്, ഇബ്രാഹിംക്ക യാത്ര പോയത് പോലെ പോകുമ്പോൾ നീ ബാനുത്തയാവണമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. നമുക്ക് ഏറ്റവും മനോഹരമായി നമ്മളറിയാത്ത നമ്മുടെ ജീവനെ, എവിടുന്നാണോ ഈ ജീവൻ, അതിൻ്റെ തുടക്കം എവിടുന്നാണോ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ഇബ്രാഹിംക്കയെ പോലെ പോകാൻ പറ്റണം. ഇബ്രാഹിംക്കയെ പോലെ നമുക്ക് വളരെ ധൈര്യത്തോടെ സമാധാനത്തോടെ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കണം. നമ്മൾ ഇലകളാവണം. നമ്മുടെ ചുറ്റുമുള്ളൊരു 10 വീട്ടിൽ അല്ലെങ്കിൽ 6 വീട്ടിൽ, ഞാൻ എപ്പോഴും ഇത് മാത്രമേ ഇപ്പോൾ എന്നോട് പറയാറുള്ളൂ, അവർക്കൊരാവശ്യം വരുമ്പോൾ അവർക്ക് നമ്മളോട് അവർക്ക് വേണ്ടപ്പെട്ട ഒരാളായി മാറാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. നമുക്കെല്ലാവർക്കും തണലാവാൻ സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഇബ്രാഹിംക്കയെ പോലെ ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇബ്രാഹിംഖാനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വാക്ക് തന്നെ അനുസ്മരണം. അതിൽ 2 വാക്കാണുള്ളത്. ഒന്ന് സ്മരണ, ഒന്ന് മരണം. രണ്ടാമത്തെ വാക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇബ്രാഹിംഖാനെ ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടതനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ ആരുടെ മനസ്സിലും ഇബ്രാഹിംഖാൻ മരിച്ചിട്ടില്ല. അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ട് ഷൗക്ക വഴി ഹാർമണി വഴി പരിചയപ്പെട്ട് ഇബ്രാഹിംഖാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഞാൻ മേപ്പാടി വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര തലയിലൊക്കെ ഇട്ട്, ഇബ്രാഹിം എന്ന പേര് കേട്ടത് കൊണ്ട് മാത്രം ഭയങ്കര തലയിലൊക്കെ ഇട്ട് അദബിലായിരുന്നു ചെന്നത്. അവിടെ ചെന്ന് ഞാൻ പരിചയപ്പെട്ട ഇബ്രാഹിംക്കയെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി. സെക്കൻഡ് ടൈം ഞാൻ തലയിലൊന്നുമല്ല, ഷോള് പോലും ഇടാണ്ടാണ് ഞാൻ പിന്നെ പോയത്. ഇബ്രാഹിംക്ക ഞാൻ എല്ലാ ദിവസവും രാവിലെ ഹാർമണി തുടങ്ങിയതിന് ശേഷം വെറുതെ തുമ്പിയോ പൂക്കളോ എന്തെങ്കിലും വരച്ചിടുമ്പോൾ ഇബ്രാഹിംക്ക അതിൻ്റെ നന്മയല്ല, അതിൻ്റെ എല്ലാ വശങ്ങളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഫോട്ടോ എടുക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ള കുട്ടികളെ ഞാൻ ആദ്യമായിട്ട് കാണിക്കും, എൻ്റെ സുഹൃത്തുക്കളെ കാണിക്കാറുണ്ട്. പക്ഷെ ആരും ആ ഫോട്ടോ നന്നായിട്ടുണ്ട്, അത് ഭയങ്കര കാര്യം തന്നെയാണ്. പക്ഷെ ഇബ്രാഹിംക്ക് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഈ ഫോട്ടോ എല്ലാം കൂടി ഒരു എക്സിബിഷൻ നടത്തണം. അതേപോലെ നിസ വന്നിട്ട് വരയ്ക്കണം. എൻ്റെ വീടിൻ്റെ ഈ ഒരു ചുമര് അവിടെ ഇരിക്കുകയാണ്, വരയ്ക്കണം. ഞാൻ പറഞ്ഞു ഈ ചുമരിലൊന്നും വരയ്ക്കാൻ മാത്രം ഞാൻ ആയിട്ടില്ല ഇബ്രാഹിംക്ക. പക്ഷേ ഫോട്ടോസ് നിസയുടേത് നല്ല ഫോട്ടോയാണ്, നമുക്ക് എന്തായാലും ഒരു എക്സിബിഷൻ നടത്തണം. അങ്ങനെ നോറ്റിരുന്നത്. പക്ഷേ എനിക്ക് നാട്ടിൽ നടത്താതെ ദുബായിൽ നടത്താനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഞാനത് ആദ്യം പറയേണ്ടത് ഇബ്രാഹിംക്കയോടായിരുന്നു. പക്ഷെ ആ സമയമായപ്പോൾ ഇബ്രാഹിംക്ക ഹോസ്പിറ്റലൈസായി. പക്ഷെ ഞാൻ ബാനുവിനെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തു, ഇതൊന്ന് കാര്യം ഒന്ന് പറയണമല്ലോ. ബാനു പറഞ്ഞു ഇബ്രാഹിംക്കാനെ കാണാൻ പറ്റില്ല, ഞാനിവിടെ ICUവിൻ്റെ പുറത്തുണ്ട്. അന്ന് കോഴിക്കോട് മിംസിലാണ്. ഞാൻ ബാനുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചു, എപ്പോഴെങ്കിലും ഇബ്രാഹിംക്കൊക്കെ ഒരു ഇത് വരുമ്പോൾ പറയണം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഈ നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു കാര്യമാണ് ആ എക്സിബിഷൻ. ഒരുപാട് വലിയ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഇബ്രാഹിംക്കൊക്കെ മാത്രമാണ് അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും മേപ്പാടിയിലേക്ക് വന്നു. അപ്പോഴും ഞാൻ ബാനുവിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യും, എനിക്കൊന്ന് കാണാൻ പറ്റുമോയെന്ന്. ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ മനസ്സിലാവില്ല എന്ന്. പക്ഷേ വളരെ ബാനുവിന് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ നിസയാണെന്നും അടുത്തത് എൻ്റെ മോൾ എന്ത് ചെയ്യുന്നു എന്നും ചോദിച്ചു. എന്നിട്ട് അന്ന് ഞാൻ ഈ വിവരം അറിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു വല്ലാത്ത കാഴ്ച എന്ന് വെച്ചാൽ
ഇവരൊക്കെ മയ്യത്തടക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയപ്പം ഞങ്ങളവിടെ ഞാനും മുനീറും കൂടി ആയിരുന്നു പോയത്. ഞങ്ങളവിടെ പുറത്തിരിക്കുമ്പം കുറച്ച് പ്രായമുള്ള ഒരു 3-4 ആണുങ്ങൾ ഇതേപോലെ വെയിറ്റിംഗ് ആണ്, അവർക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർ തമ്മിലിങ്ങനെ, ഞാൻ അവരെ പുറകിലായിരുന്നു. അവർ പറയാണ്, ഓനെ അറിയാത്തവരാരാണുള്ളത്, ഓനെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ, എന്ത് പോക്കാണ് പോയത്. ആ ഒരു വാക്കാണ് ഞാൻ FB-യിൽ ഇട്ടത്, ഇബ്രാഹിം നിങ്ങൾ എന്ത് പോക്കാണ് പോയതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുഞ്ഞു മോള്, ഞാൻ ആ കുട്ടീനെയാണ് ശ്രദ്ധിച്ചത്. ആ കുട്ടി ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ അതിനെ കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത്. ബാനു മയ്യത്ത് നിസ്കരിക്കാൻ സ്ത്രീകൾ വന്ന് നിസ്കരിക്കുന്ന തിരക്കിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. ബാനുവിനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ആകെ ടെൻഷനായി ചെന്നപ്പം കെട്ടിപ്പിടിച്ചിട്ട് ബാനു എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു. എൻ്റെ പുറത്തൊരു 2 അടി അടിച്ചിട്ട് സത്യത്തിൽ ഞാൻ ശരിക്കും കരഞ്ഞ് വല്ലാതെ ആയിട്ടാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷെ ബാനു എന്നെ ആ ഒരൊറ്റ 2 തട്ടിൽ, സാരല്ല, ഞാൻ ഇന്ന് ജീവിതത്തിൽ എൻ്റെ ഉമ്മയായിരുന്നു ഏറ്റവും വലിയ, പക്ഷെ ഞാനത് മാറ്റി. ഞാൻ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്നത് ബാനുവിനെയാണ്. എല്ലാവരും ശരിക്കും കണ്ട് പഠിക്കേണ്ട ഒരു ക്യാരക്ടറാട്ടോ. അത് കഴിഞ്ഞ് ഈ കുട്ടി അവിടെ ഇരുന്ന് കരയുക. അപ്പോൾ ആരാണെന്ന് അറിയില്ല, ഒരു പ്രായമുള്ള ലേഡി വന്നിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് തന്നെ, മോളെ എങ്ങനെ കരയാൻ പാടില്ല, നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഇസ്ലാമികമായിട്ട് വല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ കരയാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഈ കുട്ടീൻ്റെ അടുത്ത് കുറച്ച് പ്രായമുള്ളൊരു ലേഡി, അത് ഇവരെ ആരാന്ന് അറിഞ്ഞൂടാ, മോളെങ്ങനെ കരയാൻ പാടില്ല, നമുക്ക് വല്ലുപ്പക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടവൻ. ഈ കുട്ടി അന്നേരം ഒരു ഷൗട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ അടുത്ത്. എനിക്ക് പിന്നെ കരയണ്ടേ, ഞാൻ ഇങ്ങനെയാണോ പപ്പനെ കണ്ടിട്ടുള്ളത്, പപ്പ ഇങ്ങനെ കിടക്കണേ ഞാൻ കണ്ടിട്ടുണ്ടോ, ഞാൻ കരയും. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുക, ആ കുഞ്ഞു കുട്ടിയിൽ വരെ ഇബ്രാഹിം ഉണ്ടാക്കിയെടുത്തത്. എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ എന്താ പറയുക, പെണ്ണായി ജനിച്ചവരൊക്കെ ബാനുവിനെ കണ്ടുപഠിക്കുക. ഭാനുവാണ് ഏറ്റവും വലിയ ശക്തി ആ വീടിൻ്റെ. ഇബ്രാഹിംക്കാണ് ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ. ഇബ്രാഹിംക്ക കാരനാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം നടന്നിട്ടുള്ളത്. ആ ഒരു എക്സിബിഷനേക്കാൾ വലുതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ഏറ്റവും വലിയൊരു പരിപാടിയായിരുന്നു. അപ്പം മരണമില്ലാത്ത ആ മനുഷ്യന് വേണ്ടിയിട്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇലയ്ക്കും നന്ദി, ഷൗക്കക്ക്, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സ്നേഹം. குறைவொன்றும் இல்லை, குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா, குறைவொன்றும் இல்லை கண்ணா, குறைவொன்றும் இல்லை கோவிந்தா, குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா, குறைவொன்றும் இல்லை கண்ணா, குறைவொன்றும் இல்லை கோவிந்தா. கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா, கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா, கண்ணுக்கு தெரியாமல் நின்றாலும் எனக்கு குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா. கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா, கண்ணுக்கு தெரியாமல் நின்றாலும் எனக்கு குறைவொன்றும் இல்லை மறைமூர்த்தி கண்ணா. வேண்டியதை தந்திட வெங்கடேசன் நீ இருக்க, வேண்டியவை வேறில்லை மறைமூர்த்தி கண்ணா, மணிவண்ணா பலையப்பா கோவிந்தா கோவிந்தா. வேண்டியதை தந்திட வெங்கடேசன் நீ இருக்க, வேண்டியவை வேறில்லை மறைமூர்த்தி கண்ணா, மணிவண்ணா பலையப்பா கோவிந்தா கோவிந்தா. திரையின் பின் நிற்கின்றாய் கண்ணா, கண்ணா
நிற்கின்றாய் கண்ணா உன்னை மறையோடும் ஞானியர் மட்டுமே காண்பார் என்றாலும் குறை ஒன்றும் எனக்கில்லை கண்ணா என்றாலும் குறை ஒன்றும் எனக்கில்லை கண்ணா குன்றின் மேல் கல்லாகி குன்றின் மேல் கல்லாகி நிற்கின்ற வரதா குன்றின் மேல் கல்லாகி நிற்கின்ற வரதா குறை ஒன்றும் இல்லை மறைமூர்த்தி கண்ணா குறை ஒன்றும் இல்லை மறைமூர்த்தி கண்ணா மணிவண்ணா மலையப்பா கோவிந்தா கோவிந்தா கல்லினாளில் இறங்கி கல்லில இறங்கி கல்லினாளில் இறங்கி கல்லில இறங்கி சிலையாக கோயிலில் நிற்கின்றாய் கேசவா கல்லினாளில் இறங்கி கல்லில இறங்கி சிலையாக கோயிலில் நிற்கின்றாய் கேசவா குறை ஒன்றும் இல்லை மறைமூர்த்தி கண்ணா யாரும் மறுக்காத மலையப்பா யாரும் மறுக்காத மலையப்பா உன் மார்பில் ஏதும் தர நிற்கும் கருணை கடல் என்னை யாரும் மறுக்காத மலையப்பா உன் மார்பில் ஏதும் தர நிற்கும் கருணை கடல் அன்னை எங்கும் நிறைந்திட ஏது குறை எனக்கு 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 ஒன்றும் குறையில்லை மறைமூர்த்தி கண்ணா ஒன்றும் குறையில்லை மறைமூர்த்தி கண்ணா மணிவண்ணா மலையப்பா கோவிந்தா 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 നമസ്കാരം നമസ്കാരം. ഈ വൈകിയ വേളയിൽ കുറേയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഇബ്രാഹിം എൻ്റെ മരുമകളുടെ കണ്ണുനീര് ശരിക്കും നമ്മളെ കരളിലേക്കും പടർന്നുല്ലേ. എനിക്കത് കണ്ടിട്ട് സന്തോഷമാണ് അനുഭവപ്പെട്ടത്. കാരണം അത്രയും വലിയൊരു സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഇബ്രാഹിംക്ക് പറ്റിയത് കൊണ്ടായിരിക്കുമല്ലോ അവർ നമ്മുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞത്. അപ്പോൾ ആ ഒരു ജീവിതം വളരെ ധന്യമായിരുന്നു, സൗഭാഗ്യം നിറഞ്ഞതായിരുന്നു എന്നാണ് ആ കണ്ണുനീര് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അവരുടെ കണ്ണിൽ നിന്ന് വീണ ഓരോ കണ്ണുനീർ തുള്ളിയും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്കെല്ലാം അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടാവാം. അവരൊരു കോസ്മെറ്റോളജിസ്റ്റാണ്. എൻ്റെ ഭാര്യയും മകനൊക്കെ അവരുടെ വീട്ടിൽ പോയപ്പം അവരന്ന് ട്രീറ്റ് ചെയ്തിരുന്നു ഒരു കുറച്ച് കറുത്ത പുള്ളികൾ. അത് പിന്നീട് വന്നിട്ടില്ല. അവൾ സുന്ദരിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇബ്രാഹിമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ബന്ധങ്ങളൊന്നും ഇബ്രാഹിമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. വാട്സപ്പ് ബന്ധമാണ് ഞങ്ങൾ കൂടുതലുള്ളത്. ഒരിക്കലും എൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു എഴുത്ത് എഴുതിയപ്പോഴാണ് ആദ്യമായിട്ട് ഇബ്രാഹിം വാട്സപ്പിൽ വരുന്നത്. അന്ന് ഇബ്രാഹിം പറയുന്നൊരു കാര്യമുണ്ട്, പിന്നെ ഫാസിൽ മരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. ശേഷം അന്ന് എനിക്ക് ബാനത്തെ അറിയില്ല. എന്നോട് ഇബ്രാഹിം പറയുന്നുണ്ട്, ആ ഒരു അവസ്ഥയിൽ ഞാൻ ആയിരുന്നുവെങ്കിൽ ബാനു എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്ന് പറയാൻ. പിന്നീടുള്ള പലപ്പോഴുള്ള സംസാരത്തിലും അദ്ദേഹം ബാനത്തെക്കുറിച്ച് ഫാമിലിയെക്കുറിച്ചൊക്കെ പറയും. അദ്ദേഹം പറയുമ്പോൾ നമ്മൾ കാണാത്ത ചില വ്യക്തികളെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോവാണ്. ഇത് പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ
അദ്ദേഹം സമയുടെ ഭൂമി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ഷൗക്കൂനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയാണ്. വേറൊരാളെ കുറിച്ച് മറ്റൊരാൾ പറയുമ്പോൾ ശരിക്കും നമുക്ക് അയാളോടാണ് ഇഷ്ടം തോന്നുക. അത് ഇബ്രാഹിഖാനോട് വല്ലാതെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. പിന്നെ ആ വീട്ടിൽ പോയപ്പോൾ പിന്നെ അദ്ദേഹം എന്നിൽ വാട്സപ്പിലൂടെ ഉണ്ടാക്കിയ അതേ ഇമേജ് തന്നെയാണ് ഇവരുടെ വീട്ടിൽ പോയപ്പോഴും അനുഭവപ്പെട്ടത്. ഭാനത്തിയായാലും മരുമകളായാലും മകനായാലൊക്കെ. അപ്പോൾ ഇവരോടും വലിയ ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം ഇവർ പലതും അനുഭവിപ്പിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം മറ്റുള്ളവരോട് അത് പറയുന്നത്. അത് ചിലപ്പോൾ ഇവർ അറിയണമെന്നുണ്ടാവില്ല. എന്തായാലും എനിക്ക് ഇബ്രാഹിഖാനോടുള്ള ഇഷ്ടം തികച്ചും വ്യക്തിപരവും സ്വാർത്ഥവുമാണ്. കാരണം അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ടാവും. അതിന് പല കാരണങ്ങളുണ്ടാവും. ഭൗതികപരമായി നമ്മളുടെ ഒരു പബ്ലിസിറ്റിയോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ. അതിനും അപ്പുറം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇവിടുന്ന് അടർന്നു പോയി എന്ന് പറയുമ്പോൾ വലിയ സങ്കടമുണ്ട്. ഈ ഒരു വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ ഇന്ന് ഉതിർന്നു വീണ ഓരോ വാക്കുകളും കണ്ണുനീരും ഓർമ്മകളും അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയായിരിക്കും. നന്ദി. എനിക്ക് ഇബ്രാഹിഖാനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയൊരു സമയമാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിസിറ്റ് ചെയ്ത മരണ വീട്ടിൽ എൻ്റെ മനസ്സ് അത്രയും നിറവാർന്ന് ഞാൻ ഒരു മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ആദ്യമായിട്ട് ഇബ്രാഹിഖാൻ്റെ വീട്ടിൽ നിന്നാണ്. രാവിലെ നിസത്ത വിളിച്ചു. അവിടെ പോയിട്ട് സാധാരണ മരണ വീടുകളിൽ കാണുന്ന എടുത്തണയപ്പെട്ട യാതൊരു വികാര പ്രക്ഷുബ്ധ രംഗങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. പിന്നെ ഷബീൽ ഞങ്ങൾ പരിചയമുണ്ട്. വളരെ കൂളായിട്ട് ഒരു ഐഡിയലായിട്ട് ഒരു മരണ വീട്ടിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വളരെ തന്മയത്വത്തോടുകൂടി ഷബീൽ പെരുമാറുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇബ്രാഹിഖാനെ ബോഡി അവിടുന്ന് കൊണ്ടുപോയി. ഞാൻ നിസത്ത അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് എനിക്കൊരു സംശയം, ഭാനുത്താനൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ഭാനുത്ത ഇതെങ്ങനെ ആയിരിക്കും ഫേസ് ചെയ്യുന്നതെന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഞാൻ നിസത്തോട് പറഞ്ഞു, ഭാനുത്താനൊന്ന് കാണാൻ പറ്റുമോ ജസ്റ്റ്. അപ്പോൾ എനിക്കങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല രീതിയിലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊന്നുള്ളൊരു വിശ്വാസമല്ല ഇബ്രാഹിഖാൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുഭവം കൊണ്ടറിയാം. പക്ഷേ എങ്കിലും പലപ്പോഴും റിലേറ്റീവ്സും മറ്റും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ഭാഗമായിട്ട് പലപ്പോഴും അങ്ങനെ പലതും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പം എന്നോട് നിസത്ത പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നിസത്ത പോയിട്ട് ഭാനുത്താനെ വിളിച്ചു. അങ്ങനെ ഞാൻ ഭാനുത്താന യാത്ര പറഞ്ഞിറങ്ങി. അപ്പം ഈ മൊത്തം അവിടെ ഉള്ള എല്ലാവരിൽ നിന്നും നമ്മളിലേക്കൊരു നിറവാർന്നൊരു അവസ്ഥയാണ് ഒരു മരണ വീട്ടിൽ നിന്ന് ഉണ്ടാകുന്നത്. ഏറ്റവും അങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടായ ഒരു മരണ വീട്. അത് എനിക്ക് തന്ന ചില ബോധങ്ങൾ അല്ലെങ്കിൽ ചില അറിവുകൾ അത് പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പറയാൻ വേണ്ടിയിട്ട് എഴുതി പരാജയപ്പെട്ടു. കുറച്ച് എഴുതിയപ്പം എനിക്ക് തന്നെ എൻ്റെ സ്വതസിദ്ധമായ മടിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തോ കാരണം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ല. പിന്നെ അത് ഉപേക്ഷിച്ചു. ഇപ്പം ഇവിടെ വന്നിങ്ങനെ ഇരുന്നപ്പം പറയണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പറയണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോഴാണ് നജീബ് ഖാൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു ട്വിസ്റ്റ് എനിക്ക് വീണിട്ടുന്നത്. അപ്പം ഞാൻ സതീഷിനോട് പറഞ്ഞു എനിക്ക് 2 വാക്ക് പറയണം ഇബ്രാഹിഖാനെ കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളൊക്കെ പ്രോഗ്രാം ലിസ്റ്റിലൊന്നും എൻ്റെ പേര് കാണുന്നില്ല അങ്ങനെ വന്നത്. അപ്പം എന്തുകൊണ്ട് ഞാൻ നിസത്തായോട് ബസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇത്രയും നിറവോടുകൂടി ഒരു മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും അതെന്തുകൊണ്ട് എന്ന് അതെന്താണ് എന്ന് എനിക്ക് തന്ന പാഠം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇബ്രാഹിഖാനെ കുറിച്ച് പല രീതിയിൽ നമ്മളിവിടെ കേട്ട് കഴിഞ്ഞു. എല്ലാം വളരെ ഇബ്രാഹിഖാൻ്റെ പ്രത്യേകതകളാണ്. പക്ഷേ ഇബ്രാഹിഖാനെ പോലെ തന്നെ പലരെയും നമുക്ക് കാണാനും പറ്റും. പക്ഷെ ഇബ്രാഹിഖാനിൽ മാത്രം കാണാൻ പറ്റിയ എനിക്ക് കാണാൻ പറ്റിയ ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു മരണ വീട് ക്രിയേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? കാരണം ഇപ്പം ഞങ്ങൾ പോരുമ്പോൾ ഷൗക്ക് തന്നെ നിസത്താനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഭാനുത്ത എങ്ങനെയാണ് എന്ന്. പക്ഷേ
ഭാനുത്ത വളരെ കൂളാണ്. അതായത് അത്രയും കൂളായിട്ടാണ് ആ ഒരു സാഹചര്യം കൈകാര്യം ചെയ്തത്. അതൊരു സാഹചര്യമാണ്, അതിനെ അംഗീകരിക്കലാണ് എന്നുള്ളത് ഭാനുത്ത മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നോക്കും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഭാനുത്തായിൽ നിന്ന് ഒരിക്കലും ഇബ്രാഹിംക എവിടെയും പോയിട്ടില്ല. അല്ലെങ്കിൽ ഭാനുത്ത ഇബ്രാഹിംകായും ഒരു ലൈഫ് ഷെയർ ചെയ്തപ്പം ഇബ്രാഹിംഖാനെ പകർത്ത് നൽകാൻ വേണ്ടി ഇബ്രാഹിംഖായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഭാനുത്താടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം ഭാനുത്താലേക്ക് സൃഷ്ടിച്ചെടുക്കാൻ ഇബ്രാഹിംഖായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണോ ഒരു മകൻ ഉണ്ടാവേണ്ടത്, ഒരു മകൻ ഏത് രീതിയിലാണോ ഒരു ഉപ്പാന്റെ മരണത്തെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന ബോധത്തിലേക്ക് ഷബീലിനെ കൊണ്ടുവരാൻ ഇബ്രാഹിംഖായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിക്കുന്ന അസ്ന പോലും അന്ന് കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിസത്താക്ക പറയുന്നത്. അപ്പം അസ്നയിൽ ഇന്ന് വന്ന കണ്ണീര് ഇബ്രാഹിംഖാക്ക് അസ്നയിൽ എങ്ങനെയാണ് ഒരു മകൾ ആയിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മകളുടെ അടുത്ത് എങ്ങനെയാണ് ഒരു ഉപ്പ ആയിരിക്കേണ്ടത് എന്നുള്ളത് ഇബ്രാഹിംഖ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉത്തരം. അപ്പം നമ്മൾ ഇപ്പോൾ നജിക്ക ആദ്യം പോവുകയാണെങ്കിൽ ഒരു ഭാനുത്ത ആവണം. ശരിക്കും നമ്മളതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടത്, ഭാനുത്ത നമ്മളുടെ ആരുടെങ്കിലും ജീവിത പങ്കാളി അല്ലെങ്കിൽ കൂട്ടുകാരി ഭാനുത്ത ആവണമെങ്കിൽ നമ്മൾ ആദ്യം ഇബ്രാഹിംക ആവണം. നമ്മളൊരു ഷബീൽ, നമ്മുടെ മക്കൾ ഷബീൽ ആവണമെങ്കിൽ നമ്മൾ ഇബ്രാഹിംക ആവണം. അതേപോലെ തന്നെ അസ്ന ആവണമെങ്കിൽ, നമ്മുടെ മകൾ അസ്ന ആവണമെങ്കിൽ നമ്മൾ ഇബ്രാഹിംക ആവണം എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്ക് ആ മരണ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോൾ എനിക്ക് കിട്ടിയത്. അത് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു സമയം ചോദിച്ച് വാങ്ങിയിട്ട് പറഞ്ഞത്. ഇതിൽ കൂടുതൽ പറയുന്നില്ല, കാരണം സമയമൊക്കെ അതിക്രമിച്ചു. അപ്പം ഇബ്രാഹിംഖാക്ക് ഒരു അനുസ്മരണം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇബ്രാഹിംഖ ഒരിക്കലും ഒരു സ്മൃതിയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അനുസ്മരിക്കേണ്ട ആവശ്യമില്ല. ഇബ്രാഹിംഖ നമ്മളുടെയും ഭാനുത്താടെയും ഷബീലിൻ്റെയും അസ്നയുടെയും ഒക്കെ പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഇടയിൽ ഇബ്രാഹിംഖ ഉണ്ട്. ഇബ്രാഹിംഖ അനിവാര്യമായ ഒരു സ്റ്റേജ് മാറ്റം അല്ലെങ്കിൽ ചേഞ്ച്, പ്രകൃതിയിൽ നിന്ന് നമ്മൾ ചില സ്റ്റേജുകളിൽ നമ്മൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം മാത്രമാണ് ഇബ്രാഹിംഖാലിൽ സംഭവിച്ചത്. അത് അതേപോലെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിന് ആ ഒരു മാറ്റത്തിലേക്ക് മാറാൻ ജീവിതത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇബ്രാഹിംഖാന്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് മനസ്സിലായത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ഈ രാവിലെ മുതൽ ഇത്രയും സമയം നമ്മൾ പുസ്തക പ്രകാശനാണെങ്കിലും ഇബ്രാഹിംഖാനെ കുറിച്ച് പറയുകയാണെങ്കിലും പറയാൻ ശ്രമിച്ച ഒരു കാര്യം തുല്യതയാണ്. ഒറ്റ കാര്യം ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ തുല്യതയോടെ പെരുമാറുക. ആ ഒരൊറ്റ വിഷയമാണ് ഇത്രയും പറഞ്ഞ ആളുകളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം. അതാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് തുല്യതയോടെ പെരുമാറുക എന്നുള്ളത് മനുഷ്യരോട്. അപ്പോൾ ആ ഒരു ആഴത്തിലുള്ള പാഠം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം എനിക്കെപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇബ്രാഹിംക്ക് ഇങ്ങനെ പറന്ന് കളിക്കുന്ന പട്ടത്തിൻ്റെ ഇങ്ങേയറ്റത്ത് നൂല് പിടിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഭാനുത്താനെ ഫീൽ ചെയ്തിട്ടുള്ളത് എപ്പോഴും. അത് കൺട്രോൾ ചെയ്തിട്ടല്ല, ഒരു കോംപ്ലിമെൻ്ററി ആവുക എന്ന് പറയണത് പോലെ ഈ അമിതമായിട്ടുള്ള ഒരു വൈകാരികത ഉള്ള ആളാണ് ഇബ്രാഹിംക. നമുക്ക് എപ്പോഴും ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടൊരാൾ വേണം കൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിൽ കൂടി നിൽക്കുന്നതിനെ ഇടയ്ക്കൊന്ന് അടങ്ങ് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട മനുഷ്യനാവാൻ പറ്റും. അത് നന്മയായാലും തിന്മയായാലും രണ്ടായാലും. പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കണ്ട എന്ന് പറയാനും, അമിതമായി സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഇത്ര അങ്ങ് വേണ്ട എന്ന് പറയാനും ഒക്കെ, രണ്ടിനും ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് അടങ്ങൂ എന്ന് പറയാൻ ഒരാൾ നമുക്ക് കൂടെ ഉണ്ടെങ്കിലാണ് എപ്പോഴും നമുക്ക് കൊള്ളാവുന്ന ഒരാളാവാൻ പറ്റുക. നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും നല്ല ആളാവാൻ പറ്റില്ല. ലോകത്തൊരു മനുഷ്യന് ഒറ്റയ്ക്ക് നന്നാവാൻ പറ്റിയിട്ടില്ല, ഒറ്റയ്ക്ക് നിന്ന് സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പകർന്നു കൊടുക്കാൻ ഒരാൾ അപ്പുറത്ത് വേണം. ആരൊക്കെയോ നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മെച്ചപ്പെട്ട മനുഷ്യരായി ജീവിക്കുന്നത്. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ്. അത് ഭാര്യയും ഭർത്താവണമെന്നൊന്നുമില്ല. ചേർന്ന് നിൽക്കുന്ന ആർക്കും നമ്മളുടെ ആ ഒരു ഭാഗത്തെ പൂരിപ്പിച്ച് തരാൻ പറ്റും.
നല്ല സുഹൃത്തിന് പറ്റും, മകൾക്ക് പറ്റും, അച്ഛന് പറ്റും, അമ്മയ്ക്ക് പറ്റും, കാമുകിക്ക് പറ്റും, കാമുകന് പറ്റും, ഭാര്യയ്ക്ക് പറ്റും, ആർക്കും പറ്റും. പക്ഷെ നമുക്കൊരു അങ്ങനെ വേണം, ആ ഒരു പ്രസൻസ് വേണം. പക്ഷെ പലപ്പോഴും നമ്മുടെ ചരിത്രം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള മഹാന്മാരെയാണ് നമ്മളെപ്പോഴും അനുഭവിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെയാണ്. നമ്മളൊരു അധികാരത്തിലായാലും പണത്തിലായാലും അറിവിലായാലും പ്രശസ്തിയിലായാലും ഒക്കെ ആ ഒരു ഔന്നത്യത്തിലെത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുക. ഒരു ബുദ്ധനും ഒറ്റയ്ക്ക് ഉണ്ടാവില്ല, ഒരു യേശുവും ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. അപ്പുറത്തൊരു മഗ്ദലന വേണം ഒരു യേശു ഉണ്ടാവണമെങ്കിൽ. അപ്പുറത്തൊരാൾ വേണം നമുക്ക്. അവിടെയാണ് തൻ്റെ ചുറ്റുള്ള ആളുകളെ മുഴുവൻ, തൻ്റെ കൂടെ വളരുന്ന, തൻ്റെ ചുറ്റും നിൽക്കുന്ന, അത് ആരുമായിക്കൊള്ളട്ടെ, കുട്ടിയാവട്ടെ മുതിർന്നവരാവട്ടെ, അവരോട് മര്യാദയോടെ പെരുമാറുന്നിടത്താണ് ഒരാളുടെ വ്യക്തിത്വം പ്രകാശപൂർണമാകുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ ഇബ്രാഹിം ഖാൻ അനുസ്മരിച്ചവരെല്ലാവരും പറഞ്ഞത്. അസ്ന പറയുമ്പോഴും ആ ഒരു ഉള്ളിലിരുന്ന ആ ഇക്വാലിറ്റി, തുല്യതയോടെ ഇടപഴകിയതും അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളേറ്റവും കൂടുതൽ, ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നിർത്താം, മനുഷ്യന് ഏറ്റവും കൂടുതൽ മടിയുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യാനും ഏറ്റവും ധൃതിയുള്ളത് ക്രിട്ടിസൈസ് ചെയ്യാനും. കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ധൃതിയാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കും നമ്മൾ. എപ്പോഴും അപ്പുറത്തിരിക്കുന്ന ഒരാളെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ആളുടെ ചെറിയ നന്മ പോലും കണ്ടെത്തി അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയും. ചെറുത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, ഇന്നതൊക്കെ ആവണം. പക്ഷെ അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ചെറിയ കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു, എന്താണ് ഈ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ബസ് ഗേറ്റിൻ്റെ അവിടെ തന്നെ വന്ന് നിൽക്കും. ഡ്രൈവർ ഗേറ്റ് തുറന്ന് കുട്ടികളെ എടുത്ത് വണ്ടിയിൽ വെക്കും. ആരും ഇറങ്ങി പോകേണ്ട കാര്യമല്ല, നമ്മൾ വാതിൽ നിന്ന് ഇറക്കി വിട്ടാൽ മതി കുട്ടീനെ. പക്ഷെ ഇബ്രാഹിംക കുട്ടികളെയും കൊണ്ട് പോയി വണ്ടിയിൽ കയറ്റിയതിന് ശേഷം തിരിച്ചു വരും. അതേപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നാൽ കുട്ടികൾ നേരെ ഗേറ്റ് തുറന്നകത്തേക്ക് വരും. പക്ഷേ ഇബ്രാഹിംക പോയിട്ട് ഗേറ്റിൻ്റെ അവിടെ ചിരിച്ചുകൊണ്ട് പ്രസന്നായിട്ട് നിൽക്കുന്നുണ്ടാവും, കുട്ടീനെ വെൽക്കം ചെയ്യാൻ ദിവസവും. ഇത് ദിവസവും ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല, ഇടയ്ക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ പൊതുവെ മനുഷ്യർ എന്ന് പറയുന്നത് വല്ലപ്പോഴുമൊക്കെ നല്ലവരും മര്യാദക്കാരും തുല്യതയോടെ പെരുമാറുന്നവരും ആകുന്നവരാണ്. അല്ലാത്തപ്പോഴൊക്കെ നമ്മളതങ്ങ് മറന്നു പോകും. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ അതില്ല. നമ്മളൊരു ഹയറാർക്കിക്കൽ സ്പീഷീസ് ആയതുകൊണ്ട് നമുക്കൊപ്പത്തിന് മുകളിലുള്ളവരെ മാത്രമേ റെസ്പെക്റ്റ് ചെയ്തും മര്യാദയോടെ പെരുമാറി ശീലമുള്ളൂ. വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടികളെ കൂടെ കൊണ്ടുപോയി പ്രസന്നമായ മുഖത്തോടെ ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റി വിടാനും, ആ വരുന്ന സമയത്ത് എന്ത് തിരക്കുണ്ടെങ്കിലും കൃത്യമായി പോയി ഗേറ്റിൽ നിന്ന് ചിരിച്ച് അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന, അത് വയ്യാതെ കിടക്കുമ്പോൾ പോലും ഇവരോട് പറയാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനെയാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പാട്ട് പാടുമ്പോഴോ ചിത്രം വരച്ചും പാട്ടും പാടി നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നന്നായിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട്, സമയം കൊടുക്കലാണ് അപ്രീസിയേഷൻ. നമ്മളെ ഏറ്റവും അടുത്തുള്ള, നമ്മളോട് ചേർന്നിരിക്കുന്നവർക്ക് അവർക്ക് സമയം ആവശ്യമുള്ളപ്പോൾ സമയം കൊടുക്കുന്നതിനെ പറയുന്നവരാണ് അപ്രീഷിയേറ്റ് ചെയ്യുക. ജീവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്, റെസ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ റെസ്പെക്റ്റ് ഭാഗ്യത്തിന് ഐഷുവിനും ഐത്തൂനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവൾ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഉപ്പങ്ങനെ കിടക്കുമ്പോൾ ഞാൻ കരഞ്ഞിരിക്കും എന്ന് പറയുന്ന സ്വാതന്ത്ര്യബോധവും കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തുള്ളവരും എന്ത് പറയുന്നു എന്ന് നോക്കാതെ തനിക്ക് സത്യമെന്ന് തോന്നിയത് എക്സ്പ്രസ് ചെയ്യാൻ, അതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആരും ഉപദ്രവിച്ചിട്ടില്ല. എനിക്ക് കരയാൻ തോന്നുമ്പോൾ എനിക്ക് കരയണം. ആര് കരയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ ഉപ്പ അവിടെ കിടക്കുമ്പോൾ, എൻ്റെ വല്യപ്പ അവിടെ കിടക്കുമ്പോൾ എനിക്ക് കരഞ്ഞിരിക്കണമെന്ന് കണ്ണിൽ നോക്കി പറയാനുള്ള ആ ഒരു ധൈര്യം, സ്വാതന്ത്ര്യം, സ്നേഹം പകർന്നു കൊടുത്തു എന്നുള്ളത് മാത്രം മതി. പുതിയ തലമുറയിലേക്കുള്ള ഒരു വെളിച്ചം പകർന്നു വെച്ചിട്ടാണ് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയതോ അതോ നമ്മളിലേക്ക് കൂടുതൽ കയറി വന്നതോ എന്ന് പറയാം. എന്തായാലും ഈ ഒരു വളരെ മനോഹരമായ ഹൃദ്യമായ ഒരു രാവിലെ മുതലുള്ള ഒരു സ്നേഹ ഇരിപ്പായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് നേരെ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകാം. എല്ലാവർക്കും നമസ്കാരം. രാമ
രാമ ജാനകി ജാനേ രാമ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ വിഷാദകാലേ സഖാ ത്വമേവ ഭയാന്തകാരേ പ്രഭാത്വമേവ വിഷാദകാലേ സഖാ ത്വമേവ ഭയാന്തകാരേ പ്രഭാത്വമേവ ഭവാഭിനവ ത്വമേവ ദേവ ഭവാഭിനവ ത്വമേവ ദേവ ഭജേ ഭവന്തം ഗമാഭി രാമ ഭജേ ഭവന്തം രമാഭിരാമ ജാനകി ജാനേ രാമ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ ദയാസമേത സുധാനികേത ചിന്മകരന്ത മദമുനിവന്ദ ദയാസമേത സുധാനികേത ചിന്മകരന്ത നദമുനിവന്ദ ആഗമസാര ജിത സംസാര ആഗമസാര ജിത സംസാര ഭജേ ഭവന്ധം മനോഭിരാമ ഭജേ ഭവന്ധം മനോഭിരാമ ജാനകി ജാനേ രാമ ജാനകി ജാനേ കദന നിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ. താങ്ക് യു. വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിന്മഹസ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴ